ജേണൽ കഴിഞ്ഞാൽ അടുത്ത അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ലെഡ്ജർ ആണ്. ഓക്കെ, സെക്കൻഡ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ലെഡ്ജർ. അപ്പോൾ ലെഡ്ജർ എന്താണ്? ജേണലിൽ നിന്ന് നമ്മൾ ട്രാൻസാക്ഷൻസ് എങ്ങോട്ട് എടുത്ത് മാറ്റുന്നു? ലെഡ്ജറിലേക്ക് മാറ്റുന്നു. അതുകൊണ്ടാണ് സെക്കൻഡ് വരുന്നത്. അപ്പോൾ ലെഡ്ജറിൽ ഓരോ ടൈപ്പ് ട്രാൻസാക്ഷൻ നമ്മൾ തരംതിരിച്ച് എഴുതുവാണ്. അപ്പം ഇതാണ് ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഡേറ്റ്, ഈ ലെഡ്ജറിന് 2 സൈഡ്സ് ഉണ്ട്. ഇത് ഡെബിറ്റ് സൈഡും ഇത് ക്രെഡിറ്റ് സൈഡും. ഇങ്ങനെയാണ് നമ്മൾ ലെഡ്ജർ നമ്മൾ തയ്യാറാക്കുന്നത്. ഡെബിറ്റ് സൈഡിൽ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, J/F, അതായത് ജേണൽ ഫോളിയോ, ജേണലിൻ്റെ കൊടുത്തിരിക്കുന്ന നമ്പർ, ദെൻ എമൗണ്ട്. ഇത്രയാണ് ഡെബിറ്റ് സൈഡിൽ വരുന്നത്. ദെൻ ക്രെഡിറ്റ് സൈഡിലും സെയിം പോലെ തന്നെ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, L/F, എമൗണ്ട്. ഇതാണ് ലെഡ്ജറിൻ്റെ. അപ്പോൾ ലെഡ്ജറിൻ്റെ പ്രത്യേകത എന്താ? 2 സൈഡ് ഉണ്ടായിരിക്കും, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. 2 സൈഡിലും സെയിം ഡീറ്റെയിൽസും നമ്മൾ കാണിക്കണം. ഓക്കെ, നെക്സ്റ്റ് ആണ് ലെഡ്ജർ. നമ്മൾ ജേണൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു പ്രിപ്പറേഷൻ ഓഫ് ലെഡ്ജർ. അപ്പം നമ്മൾ പറഞ്ഞു ഏത് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്താലും അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ജേണലാണെന്ന് ഞാൻ പറഞ്ഞു. ഓൾറെഡി ഞാൻ പറഞ്ഞു ജേണലാണ്. ജേണൽ നമ്മൾ റെക്കോർഡ് ചെയ്ത ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ ഏത് പ്രിപ്പയർ ചെയ്യുന്നത്? ലെഡ്ജർ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം ജേണൽ തൊട്ട് തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ വലിയൊരു ചെറിയ ട്രാൻസാക്ഷനാണ് കാണിക്കുന്നത്. ഞാൻ നോക്കി, ഇവിടെ ചെറിയൊരു ട്രാൻസാക്ഷൻ ഇവിടെ ഞാൻ ജേണലിൽ റെക്കോർഡ് ചെയ്യുവാണ്. മെഷീനറി account debit to cash account. Machinery account debit to cash account. അതായത് മെഷീനറി പർച്ചേസ് ചെയ്തതാണ് ₹50,000. ഞാൻ നറേഷൻ കാണിക്കുന്നു. പർച്ചേസ്ഡ് മെഷീനറി. ഓക്കെ, ഇതാണ് ജേണൽ. ഈ ജേണൽ നമ്മൾ റെക്കോർഡ് ചെയ്തത് നമ്മൾ ഇനി എങ്ങോട്ടേക്ക് മാറ്റുകയാണ്? ലെഡ്ജറിലേക്ക് നമ്മൾ മാറ്റുകയാണ്. അപ്പം നമ്മുടെ എൻട്രി എന്താണ്? മെഷീനറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. എന്താണ് മെഷീനറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്? ഇവിടെ ഉള്ള 2 അക്കൗണ്ട്സ് ഏതൊക്കെയാണ്? അതായത് ഡെബിറ്റിൽ വന്ന അക്കൗണ്ട് ഉണ്ട്, ക്രെഡിറ്റിൽ വന്ന അക്കൗണ്ട് ഉണ്ട്. ഡെബിറ്റിലെ അക്കൗണ്ട്സ് ഏതാ? മെഷീനറി അക്കൗണ്ട്. ക്രെഡിറ്റിലെ അക്കൗണ്ടോ? ക്യാഷ് അക്കൗണ്ട്. അപ്പൊ ആ ഒരൊറ്റ ജേണൽ എൻട്രിയിൽ 2 അക്കൗണ്ട്സ് ഉണ്ട്. ആ 2 അക്കൗണ്ട്സും ഞാൻ ഇവിടെ ബോർഡിൽ ലെഡ്ജർ ആക്കി വരച്ചിട്ടുണ്ട്. ഇങ്ങനെ ജേണലിൽ കാണുന്ന അക്കൗണ്ട്സ് എടുത്ത് ഇങ്ങനെ അക്കൗണ്ട് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലെഡ്ജർ എന്ന് പറയുന്നത്. അപ്പൊ ലെഡ്ജറിന്റെ ഫോർമാറ്റ് ഒക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, J/F, എമൗണ്ട്. J/F എന്ന് വെച്ചാൽ ജേണൽ ഫോർമാറ്റ് ആണ്. നമുക്ക് വലിയ യൂസ് വരത്തില്ല, പക്ഷേ ഫോർമാറ്റിൽ നമ്മൾ ആ ഒരു കോളം അവിടെ പ്രൊവൈഡ് ചെയ്തേക്കണം. വളരെ തിന്നായിട്ടുള്ള ഒരു കോളം മതി, നമ്മൾ അവിടെ ഒന്നും എഴുതുന്നില്ല. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, J/F, എമൗണ്ട്. ഇത്രയാണ് ഒരു പാർട്ട്. ഇറ്റ് ഈസ് കോൾഡ് ഡെബിറ്റ് പാർട്ട്. ആൻഡ് ഇറ്റ് ഹാസ് another part called credit part consisting the same columns. അതായത് ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, J/F, എമൗണ്ട്. ഓക്കെ ആണല്ലോ. ഡെബിറ്റിലും ക്രെഡിറ്റിലും നമ്മൾ ഈ സെയിം ഡീറ്റെയിൽസ് തന്നെ കാണിക്കും. ഇത്രയും വരെ ഉള്ളൂ. ഇതിന്റെ സെയിം റെപ്പിറ്റീഷൻ ആണ് ക്രെഡിറ്റ് സൈഡിലേക്ക് വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, L/F, എമൗണ്ട്. ഇത് ഡെബിറ്റ് പാർട്ട്. ദെൻ അതേപോലെ തന്നെ അതിന്റെ സെയിം തന്നെ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, J/F, എമൗണ്ട്. ഇതാണ് ക്രെഡിറ്റ് പാർട്ടിലും വരുന്നത്. ഓക്കെ ആണോ? ഇതാണ് ലെഡ്ജറിന്റെ ഫോർമാറ്റ്. ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് നോക്കാം. ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു 2 അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. കാരണം നമ്മുടെ ജേണൽ എൻട്രി എങ്ങനെയാ? മെഷീനറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. അപ്പം ഒരു അക്കൗണ്ട് ഏതാ? മെഷീനറി അക്കൗണ്ട്. രണ്ടാമത്തെ അക്കൗണ്ട് ഏതാണ്? ക്യാഷ് അക്കൗണ്ട്. ഇനി നോക്കിക്കേ, ഈ മെഷീനറി അക്കൗണ്ടിന് ശ്രദ്ധിച്ചേ, മെഷീനറി അക്കൗണ്ടിന് ആരുമായിട്ടാ റിലേഷൻ? മെഷീനറി അക്കൗണ്ടിന് റിലേഷൻ വരുന്നത് ക്യാഷുമായിട്ട് ആണല്ലോ. നമ്മൾ എങ്ങനെയാ വായിക്കുന്നത്? മെഷീനറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. അപ്പൊ നമ്മൾ മെഷീനറി അക്കൗണ്ടിലേക്ക് വരണം. എവിടെ വരണം? മെഷീനറി അക്കൗണ്ടിലേക്ക് വരണം. മെഷീനറി അക്കൗണ്ടിന് ആരുമായിട്ടാണ് റിലേഷൻ? ക്യാഷ് അക്കൗണ്ടുമായിട്ട്. അപ്പൊ നമ്മൾ മെഷീനറി അക്കൗണ്ടിൽ നമ്മൾ എഴുതും. ഡേറ്റ് കാണിച്ചേക്കുക 2018 April 4 കാണിച്ചിട്ട് എഴുതേക്കുക. മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. എമൗണ്ട് എത്രയാണ്? 50,000. വൺസ് അഗെയിൻ നമ്മുടെ ജേണൽ എൻട്രി മെഷീനറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ്. നമ്മൾ മെഷീനറി അക്കൗണ്ടിലാണ് നമ്മൾ എഴുതാനായിട്ട് പോകുന്നത്. മെഷീനറി അക്കൗണ്ടിന് ആരുമായിട്ടാ റിലേഷൻ? ക്യാഷുമായിട്ട്.
ശരിയല്ലേ? മെഷീനറിയെ അവിടെ എന്ത് ചെയ്തേക്കുവാ? ഡെബിറ്റ് ചെയ്തേക്കുവാണോ ക്രെഡിറ്റ് ചെയ്തേക്കുവാണോ? ക്യാഷ് എന്നുള്ളത് നമ്മൾ അങ്ങ് വിട്ടേക്ക്, ക്യാഷ് അവിടെ നിൽക്കട്ടെ. ഈ നമ്മൾ എഴുതുന്ന ആരുടെ അക്കൗണ്ടാ? മെഷീനറി അക്കൗണ്ട്. ഈ മെഷീനറി അക്കൗണ്ടിനെ ജേർണൽ എൻട്രിയിൽ ഡെബിറ്റ് ആസ്പെക്ട് ആണോ ക്രെഡിറ്റ് ആസ്പെക്ട് ആണോ നോക്കുക? ഡെബിറ്റ് ആണ്. ഓക്കെ ആണോ? അങ്ങനെ വരുമ്പോ ഈ മെഷീനറി ആയിട്ട് റിലേഷനിലുള്ള ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്തേ പറ്റൂ. കാരണം നമ്മൾ എഴുതിയ ട്രാൻസാക്ഷനിൽ മെഷീനറിക്ക് ഡെബിറ്റ് ബാലൻസ് ആണ് വന്നിരിക്കുന്നത്. ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും കണ്ടാ അറിയായിരിക്കുമല്ലോ. അപ്പർ പാർട്ടിൽ വരുന്ന ഡെബിറ്റും ലോവർ പാർട്ടിൽ വരുന്ന ക്രെഡിറ്റും. നമ്മൾ എഴുതുന്ന മെഷീനറി അക്കൗണ്ട് ആണ്. മെഷീനറി അക്കൗണ്ടിന് ഏത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ്. അപ്പൊ മെഷീനറി ആയിട്ട് റിലേഷനിലുള്ള വ്യക്തി ആരാണ്? ക്യാഷ്. ആ ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്യാനേ പാടുള്ളൂ? ഡെബിറ്റ് ചെയ്യാനേ പാടുള്ളൂ. അത്രയേ ഉള്ളൂ സംഭവം. ഞാൻ ഡേറ്റ് കൊടുക്കുന്നു. മെഷീനറി അക്കൗണ്ടിൽ ടു ക്യാഷ് അക്കൗണ്ട് 50,000. കഴിഞ്ഞില്ല. ഇവിടെ വേറൊരു അക്കൗണ്ട് ഉണ്ട്. ആരാ? നമ്മുടെ ക്യാഷ് അക്കൗണ്ട്. ഇനി ക്യാഷ് അക്കൗണ്ടിന് ആരുമായിട്ടാ റിലേഷൻ? നമ്മുടെ മെഷീനറി ആയിട്ട്. മെഷീനറിക്ക് ക്യാഷും ക്യാഷിന് മെഷീനറി. അപ്പോ ക്യാഷ് അക്കൗണ്ടിന് മെഷീനറി അക്കൗണ്ടുമായിട്ടാണ് റിലേഷൻ. ശ്രദ്ധിക്കണം, ക്യാഷ് അക്കൗണ്ടിന്റെ ഇഫക്ട്സ് എന്താണ്? ഡെബിറ്റ് ചെയ്തേക്കുവാണോ ക്രെഡിറ്റ് ചെയ്തേക്കുവാണോ? ജേർണലിനകത്ത് ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തേക്കും അല്ലെ? ടു ക്യാഷ് അക്കൗണ്ട് എന്നാ കൊടുത്തേക്കുന്നത്. അപ്പം ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്തേക്കാണ്? ക്രെഡിറ്റ് ചെയ്തേക്കുക. അപ്പൊ നമ്മള് ക്യാഷ് അക്കൗണ്ടിൽ എഴുതുമ്പം ക്യാഷിന്റെ കൂട്ടുകാരൻ ആരാ? മെഷീനറി. മെഷീനറി എന്ത് ചെയ്യാനേ പാടുള്ളൂ? ക്രെഡിറ്റ് ചെയ്യാനേ പാടുള്ളൂ. റീസൺ മനസ്സിലാവുന്നുണ്ടോ? ക്യാഷ് അക്കൗണ്ടിന് ആരുമായിട്ടാ റിലേഷൻ? മെഷീനറി. അതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ കൂട്ടുകാരനെ ഡെബിറ്റ് ചെയ്തേക്കുവാണോ ക്രെഡിറ്റ് ചെയ്തേക്കുവാണോ? ഡെബിറ്റ് ചെയ്തേക്കുക, ക്രെഡിറ്റ് ചെയ്തേക്കുക. ശരിയല്ലേ? ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തേക്കുക. അപ്പൊ നമ്മൾ ക്യാഷ് അക്കൗണ്ടിൽ എഴുതുമ്പം ഒരിക്കലും ഒരു അക്കൗണ്ടിൽ കൊണ്ട് നമ്മൾ അതേ അക്കൗണ്ടിന്റെ പേര് എഴുതത്തില്ല. അതായത് ഇപ്പൊ ക്യാഷ് അക്കൗണ്ടിൽ കൊണ്ടുവന്നിട്ട് ടു ക്യാഷ് നമ്മൾ എഴുതത്തില്ല. മനസ്സിലായോ? ക്യാഷിന് ആരുമായിട്ടാണോ, ഏത് അക്കൗണ്ടുമായിട്ടാണോ റിലേഷൻ, അത് മാത്രമേ നമ്മൾ കാണിക്കത്തുള്ളൂ. ഇൻ ദിസ് ക്വസ്റ്റ്യൻ ക്യാഷ് ഈസ് റിലേറ്റഡ് വിത്ത് മെഷീനറി ആൻഡ് അതുപോലെ ക്യാഷിനെ നമ്മൾ ഇവിടെ ക്രെഡിറ്റ് ചെയ്തേക്കുകയാണ്. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ എവിടെ എഴുതാൻ പാടുള്ളൂ? ക്രെഡിറ്റ് സൈഡിലേ നമ്മൾ കാണിക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? എന്തുകൊണ്ടാ പിന്നെ ടു ക്യാഷ് നമ്മൾ എവിടെ എഴുതിയത്? ഡെബിറ്റ് സൈഡിൽ എഴുതി. കാരണം ക്യാഷിനെ ഇവിടെ മെഷീനറി ഇവിടെ ഡെബിറ്റ് ചെയ്തേക്കുവാണ്. അതുകൊണ്ടാണ് മെഷീനറി അക്കൗണ്ടിൽ ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തത്. പക്ഷെ തിരിച്ചു നോക്കുമ്പം ക്യാഷിനെ സംബന്ധിച്ച് ക്യാഷ് ഇവിടെ എന്താ? ക്രെഡിറ്റ് ചെയ്തേക്കാണ്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഒരിക്കലും ടു മെഷീനറി എന്ന് എഴുതത്തില്ല. പിന്നെയോ ബൈ. എന്താണ്? ബൈ മെഷീനറി. സെയിം എമൗണ്ട് ആണ്, മാറത്തില്ല. 50,000 ബൈ മെഷീനറി അക്കൗണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ആദ്യത്തെ എക്സാമ്പിൾ കൊണ്ട് തന്നെ പിടിച്ചെടുത്തോണം. നോക്കിക്കേ, മെഷീനറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ്. മെഷീനറിയെ മാത്രം ഇപ്പൊ നോക്കിയാൽ നമ്മൾ ആര് അക്കൗണ്ടാണ് നമ്മൾ എഴുതാൻ പോകുന്നത്? മെഷീനറി അക്കൗണ്ടാ എഴുതാൻ പോകുന്നത്. മെഷീനറിക്ക് ആരുമായിട്ടാ റിലേഷൻ? ക്യാഷുമായിട്ട്. ഓക്കെ ആണോ? ഇനി ആ മെഷീനറിയെ അവിടെ എന്ത് ചെയ്തേക്കുവാ? മെഷീനറി എന്ത് ചെയ്തേക്കാൻ നോക്കിയാൽ മതി. മെഷീനറി എന്ത് ചെയ്തേക്കുവാ? ഡെബിറ്റ് ചെയ്തേക്കുകയാണ്. അതുകൊണ്ട് മെഷീനറിയുടെ കൂട്ടുകാരനാണ് ആര്? ക്യാഷ്. ക്യാഷിന് നമ്മൾ എന്ത് ചെയ്യാനേ പാടുള്ളൂ? ക്യാഷിനെയും നമ്മൾ ഡെബിറ്റ് ചെയ്യാനേ പാടുള്ളൂ. ജേർണൽ മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ഇതിനെ നമ്മൾ ടു സൈഡ് എന്ന് വിളിക്കും, ഇതിനെ നമ്മൾ ബൈ സൈഡ് എന്ന് വിളിക്കും. രണ്ട് സൈഡ് ഉണ്ട് കേട്ടോ. ഡെബിറ്റിൽ എഴുതുമ്പോൾ നമ്മൾ അതിന്റെ മുന്നിൽ ടു ചേർക്കും, ക്രെഡിറ്റിൽ എഴുതുമ്പോൾ നമ്മൾ അതിന് മുന്നിൽ ബൈ ചേർക്കും. അതൊക്കെ നമ്മൾ ആ ഫോർമാറ്റ് ഡിസ്കസ് ചെയ്തത് ഇപ്പൊ പറഞ്ഞതാണ്. അപ്പൊ മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് കഴിഞ്ഞു. ഇനി ക്യാഷ് അക്കൗണ്ടിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യും? ക്യാഷ് അക്കൗണ്ടിൽ ഒരിക്കലും ഇങ്ങനെ ഒരിക്കലും ടു മെഷീനറി എന്ന് എഴുതരുത്. ഓക്കെ, എന്തുകൊണ്ടാ? മെഷീനറിയെ ഡെബിറ്റ് ചെയ്തിരുന്നാൽ മാത്രമേ നമുക്ക് അവിടെ ടു മെഷീനറി എന്ന് കാണിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇവിടെ മെഷീനറി എന്ത് ചെയ്തേക്കുവാണ്? ക്യാഷിനെ എന്ത് ചെയ്തേക്കുവാണ്? ക്രെഡിറ്റ് ചെയ്തേക്കുവാണ്. മെഷീനറി അക്കൗണ്ടിൽ ക്യാഷിനെ അപ്പൊ നമ്മൾ എന്ത് തന്നെ ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ ആണോ? അപ്പൊ നോക്കിയേ, മെഷീനറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിൽ എന്ത് എഴുതും? ഡെബിറ്റിൽ എഴുതരുത്. കാരണം എന്താണ്? ക്യാഷിന്റെ ബാലൻസ് എന്താ? ഡെബിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് ബൈ മെഷീനറി അക്കൗണ്ട് 50,000. ആദ്യത്തെ എക്സാമ്പിൾ ക്ലിയർ ആയോ? അടുത്തൊരു ട്രാൻസാക്ഷൻ നോക്കുന്നു. ക്യാഷ് സെയിൽസ്. എന്താണ്? ക്യാഷ് സെയിൽസ്. ക്യാഷ് സെയിൽസിന്റെ ജേർണൽ എന്തോ നമുക്കറിയാം. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ്. ഇനി ഈ ഒരു ട്രാൻസാക്ഷനുള്ള രണ്ട് അക്കൗണ്ട്സ് ഏതൊക്കെയാ? ക്യാഷ് അക്കൗണ്ടും സെയിൽസ് അക്കൗണ്ടും. ഞാൻ രണ്ട് ലെഡ്ജർ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ലെഡ്ജറിന് ഞാൻ പേര് കൊടുക്കുന്നു ക്യാഷ് അക്കൗണ്ട്,
രണ്ടാമത്തെ ലെഡ്ജറിന് ഞാൻ പേര് കൊടുക്കുന്നു സെയിൽസ് അക്കൗണ്ട്. അക്കൗണ്ട്സ് ഐഡന്റിഫൈ ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഒന്നുമില്ല, നമ്മുടെ ജേണൽ എൻട്രി നോക്കുക, അതിനകത്ത് ഏതൊക്കെ അക്കൗണ്ട്സ് ആണോ ഉള്ളത് ആ 2 അക്കൗണ്ട്സ് ആണ് നമ്മുടെ ജേണൽ. ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് എന്ന് പറയുമ്പോൾ ഒന്ന് ക്യാഷ് അക്കൗണ്ടും രണ്ടാമത്തത് എന്തുവാ സെയിൽസ് അക്കൗണ്ട്. ഇനി നമുക്ക് പോസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പൊ ജേണലിൽ നിന്ന് ലെഡ്ജറിലോട്ട് എഴുതുന്നതിന് പറയുന്ന പേരാണ് പോസ്റ്റ്. ഓക്കെ, നോക്കിക്കേ, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ്. മുമ്പേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുക. ആരുടെ അക്കൗണ്ടാണ് നമ്മൾ എഴുതാൻ പോകുന്നത്? ക്യാഷിന്റെ അക്കൗണ്ട് എഴുതാൻ പോവാണേ. ക്യാഷിന് ആരുമായിട്ടാ റിലേഷൻ? സെയിൽസുമായിട്ടാണ് റിലേഷൻ. ക്യാഷിനെ അവിടെ എന്ത് ചെയ്തേക്കുവാ? ക്യാഷിനെ നമ്മുടെ എന്ത് ചെയ്ത ജേണലിനകത്ത് ഡെബിറ്റ് ചെയ്തേക്കാണ്. എന്താണ് ഡെബിറ്റ് ചെയ്ത്? ക്യാഷിനെ ഡെബിറ്റ് ചെയ്തേക്കാണ്. അപ്പൊ നമ്മൾ ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ എഴുതുമ്പോ എന്താണ്? ടു ക്യാഷിന്റെ കൂട്ടുകാരൻ ആരാ? സെയിൽസ്. സെയിൽസിനെ നമ്മൾ എന്ത് തന്നെ ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ഇതാ എഴുതിക്കേ, ടു സെയിൽസ് അക്കൗണ്ട്. ക്ലിയർ ആയോ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ് എന്നാണ് നമ്മുടെ മൊത്തം ജേണൽ എൻട്രി. ക്യാഷ് അക്കൗണ്ട് ആണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ക്യാഷിന് ആരുമായിട്ടാ റിലേഷൻ? സെയിൽസുമായിട്ട്. അപ്പൊ ക്യാഷ് അക്കൗണ്ടിൽ നമ്മുടെ സെയിൽസിനെ കാണിക്കുമ്പോൾ ഏത് സൈഡേ കാണിക്കാമുള്ളൂ? ഡെബിറ്റ് സൈഡേ കാണിക്കാവുള്ളൂ, അല്ലെങ്കിൽ ടു സൈഡ്. ഡെബിറ്റ് സൈഡ് അല്ലെങ്കിൽ ടു സൈഡ് എന്ന് പറയും. ടു സെയിൽസ് അക്കൗണ്ട്. എത്ര എമൗണ്ട്? എത്രയാ? 1000. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കേ. ഇനി നമ്മൾ സെയിൽസിന്റെ അക്കൗണ്ട് വരുവാണേ. സെയിൽസിന്റെ അക്കൗണ്ടിൽ എന്താ? ക്യാഷ്. സെയിൽസിന്റെ അക്കൗണ്ട് നമ്മൾ ആരുടെ പേരാ എഴുതുന്നത്? ക്യാഷിന്റെ. അതായത് സെയിൽസിന് ആരുമായിട്ടാണോ റിലേഷൻ ആ അക്കൗണ്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. ഇവിടെ സെയിൽസിന് ക്യാഷുമായിട്ടാണ് റിലേഷൻ വന്നേക്കുന്നത്. ഇനി ക്യാഷിനെ അവിടെ ഡെബിറ്റ് ചെയ്തേക്കാണോ? ക്യാഷിനെ അല്ല, സെയിൽസിനെ അവിടെ ഡെബിറ്റ് ചെയ്തേക്കാണോ ക്രെഡിറ്റ് ചെയ്തേക്കാണോ? കാരണം നമ്മൾ സെയിൽസ് അക്കൗണ്ട് ആയിരുന്നു. അപ്പൊ സെയിൽസിന്റെ അവസ്ഥയാണ് നോക്കേണ്ടത്. സെയിൽസിനെ അവിടെ എന്ത് ചെയ്തേക്കുവാ? ക്രെഡിറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് സെയിൽസിന്റെ കൂട്ടുകാരനായ ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്യാനേ പാടുള്ളൂ? ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് സൈഡിലേക്ക് വരുമ്പം ബൈ നമ്മൾ ചേർക്കേണ്ടി വരും. ബൈ ക്യാഷ് അക്കൗണ്ട്. ബൈ ക്യാഷ് അക്കൗണ്ട് എത്രയാ? സെയിം 1000. ഓക്കെ ആണോ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് പറയുമ്പോ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്. സെയിൽസ് അക്കൗണ്ടിൽ ബൈ ക്യാഷ്. കാരണം സെയിൽസിനെ നമ്മൾ അവിടെ ക്രെഡിറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് ലെഡ്ജറിലും സെയിൽസിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് തന്നെ ചെയ്യണം. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷൻ നോക്കിക്കേ. പെയ്ഡ് സാലറീസ്. നമ്മള് സാലറി കൊടുത്തു. സാലറി കൊടുത്തു എന്ന് പറയുമ്പോ നമ്മൾ എന്തുവാ ജേണൽ എഴുതുന്നത്? സാലറീസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ്. എന്തുവാ? സാലറീസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ഇത് നോക്കിക്കേ, 2 അക്കൗണ്ട്സ് ഏതൊക്കെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്? സാലറി അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. സാലറി അക്കൗണ്ടിൽ നമ്മൾ എഴുതാൻ വേണ്ടി പോവാം. സാലറി അക്കൗണ്ടിൽ ആരാ നമ്മുടെ സാലറിയുടെ ഫ്രണ്ട് ആരാ? ക്യാഷ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതണം ക്യാഷ് ആണ് എഴുതുന്നത് മനസ്സിലായി. ഇനി ഏത് സൈഡിൽ എഴുതണം? ഡെബിറ്റ് സൈഡിൽ എഴുതണോ ക്രെഡിറ്റ് സൈഡിൽ എഴുതണോ? സാലറീസ് അക്കൗണ്ട് അല്ലേ നമ്മൾ എഴുതുന്നത്. അപ്പൊ സാലറി അവിടെ എന്ത് ചെയ്തിരിക്കുക നോക്കണം. എന്തെടുത്തേക്കുവാ? ഡെബിറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് സാലറിയുടെ കൂട്ടുകാരനായ ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സോ ടു ക്യാഷ് അക്കൗണ്ട്. എത്ര എമൗണ്ട്? 3000. ഇനി ക്യാഷ് അക്കൗണ്ട് നമ്മൾ എഴുതാൻ പോവാം. ക്യാഷ് അക്കൗണ്ടിൽ എഴുതുമ്പോ നോക്കണം, ക്യാഷിന്റെ റിലേഷൻ ആരുമായിട്ടാണ്? സാലറീസ് ആയിട്ട്. ക്യാഷിനെ അവിടെ എന്ത് ചെയ്തേക്കുക? ക്രെഡിറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് സാലറിയെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ബൈ സാലറി അക്കൗണ്ട്. എത്രയാണ്? 3000. ഓക്കെ, അടുത്ത എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. നോക്കിക്കേ, ക്യാഷ് പർച്ചേസ്. ക്യാഷ് പർച്ചേസിന്റെ ജേണൽ എന്തുവാ? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ്. എന്താണ് ക്യാഷ് പർച്ചേസിന്റെ? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. 2 അക്കൗണ്ട്സ് ഏതൊക്കെയാണ്? പർച്ചേസ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. കാരണം നമ്മുടെ ജേണൽ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് എന്നാണ്. അപ്പം 2 ജേണൽ ഏതൊക്കെയാണ്? പർച്ചേസ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ട്. നോക്കിക്കേ, ഇനി പർച്ചേസ് അക്കൗണ്ടിൽ നമ്മൾ എഴുതാൻ വേണ്ടി പോവാം. പർച്ചേസ് അക്കൗണ്ട് എഴുതാൻ വേണ്ടി പോവാം. പർച്ചേസിന് ആരുമായിട്ടാ റിലേഷൻ? ക്യാഷുമായിട്ടാണ് റിലേഷൻ. പർച്ചേസിനെ ആ ജേണലിൽ എന്ത് ചെയ്തേക്കാണ്? ഡെബിറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് പർച്ചേസിന്റെ റിലേഷൻ ആയിട്ടുള്ള ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ടു ക്യാഷ് അക്കൗണ്ട്.
എത്രയാണ്? ഓക്കെ, ഒരു 5000 ഇട്ടു. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് 5000. ഇനി നമ്മൾ ക്യാഷ് അക്കൗണ്ടിലേക്ക് വരികയാണ്. ക്യാഷ് അക്കൗണ്ട്, ക്യാഷിന് ആരുമായിട്ടാണ് റിലേഷൻ? പർച്ചേസുമായിട്ടാണ് റിലേഷൻ. ഓക്കെ, അപ്പം പർച്ചേസിന് അവിടെ എന്ത് ചെയ്തേക്കുക? ക്യാഷ് അക്കൗണ്ട് എടുക്കാമോ? ക്യാഷ് അക്കൗണ്ടിൽ ക്യാഷിനെ അവിടെ എന്ത് ചെയ്തേക്കുക? ക്രെഡിറ്റ് ചെയ്തേക്കാണ്. അപ്പൊ നമ്മൾ പർച്ചേസിനെ എന്ത് തന്നെ ചെയ്യണം? ക്രെഡിറ്റ് തന്നെ ചെയ്യണം. ബൈ പർച്ചേസ് അക്കൗണ്ട് എത്രയാണ്? 5000. സിമ്പിൾ അല്ലേ അത്? റിസീവ്ഡ് ക്യാഷ് ഫ്രം മനോജ് ₹500. റിസീവ്ഡ് ക്യാഷ് ഫ്രം മനോജ് ₹500. 500 രൂപ മനോജിന്റെ കയ്യിൽ നമുക്ക് കിട്ടി. ജേണൽ എൻട്രി എന്തുവാ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു മനോജ് അക്കൗണ്ട്. എന്താ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു മനോജ് അക്കൗണ്ട്. 2 ജേണൽ നമ്മൾ വരയ്ക്കേണ്ടി വരും. ആദ്യത്തെ ഏതാണ്? ക്യാഷ് അക്കൗണ്ട്. രണ്ടാമത്തെ ആരാണ്? മനോജ് അക്കൗണ്ട്. കാരണം രണ്ട് അക്കൗണ്ട്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ രണ്ടാമത്തെ അക്കൗണ്ട്സ് ആരാണ്? മനോജ് അക്കൗണ്ട്. ഓക്കെ ആണോ? ഇനി നമുക്ക് പോസ്റ്റ് ചെയ്യാം. നോക്കിക്കേ, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു മനോജ് അക്കൗണ്ട്. ഇതാണ് നമ്മുടെ ജേണൽ എൻട്രി. ക്യാഷ് അക്കൗണ്ടിലാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ക്യാഷ് അക്കൗണ്ടിൽ എഴുതുമ്പം ആരുടെ ക്യാഷിനോട്ട് ആർക്കാ റിലേഷൻ? മനോജിനെയാണ് നമ്മൾ എഴുതേണ്ടത്. പക്ഷെ ഏത് സൈഡിൽ എഴുതണം അത് മനസ്സിലാക്കണമെങ്കിൽ ക്യാഷിനെ, നമ്മൾ ക്യാഷ് അക്കൗണ്ട് ആണ് എഴുതുന്നത്, ക്യാഷിനെ അവിടെ ഡെബിറ്റ് ചെയ്തേക്കാണോ ക്രെഡിറ്റ് ചെയ്തേക്കാണോ നോക്കണം. എന്തോ ചെയ്തേക്കുക? ഡെബിറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് മനോജിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് തന്നെ ചെയ്യണം. സോ ക്യാഷ് അക്കൗണ്ടിൽ ടു മനോജ് അക്കൗണ്ട് എത്രയാ? 500. ഓക്കെ ആണോ? ഇനി മനോജ് അക്കൗണ്ട് നോക്കാം. മനോജ് അക്കൗണ്ട് നമ്മൾ എന്തോ എഴുതുന്നത്? ക്യാഷ് അക്കൗണ്ട്. അതിൽ മാറ്റമില്ല. പക്ഷെ ഏത് സൈഡിൽ എഴുതണം? അപ്പൊ അതിന് നോക്കണം. ക്യാഷിനെ അവിടെ എന്ത് ചെയ്തേക്കുക? ഡെബിറ്റ് ചെയ്തേക്കുവാണോ ക്രെഡിറ്റ് ചെയ്തേക്കാണോ നോക്കണം. എന്തോ ചെയ്തേക്കുക? ക്യാഷിനെ അവിടെ മനോജിനെ അവിടെ എന്ത് ചെയ്തേക്കുക? ക്രെഡിറ്റ് ചെയ്തേക്കാണ്. അപ്പൊ മനോജ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് എഴുതും? ബൈ ക്യാഷ് അക്കൗണ്ട്. ബൈ ക്യാഷ് അക്കൗണ്ട് എത്ര എഴുതുന്നേ? 500. ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ ഇച്ചിരി ഒന്ന് ലോജിക്ക് പ്രയോഗിച്ചാൽ മതി. അല്ല വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഇതിനകത്ത്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു മനോജ് എന്ന് പറയുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ഇവിടെയാ കിടക്കുന്നത്. ഡെബിറ്റ് ഇവിടെ. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു മനോജ്. ഇനി മനോജിന്റെ അക്കൗണ്ടിൽ നമ്മൾ എന്ത് എഴുതും? മനോജിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് മനോജിന്റെ ഫ്രണ്ട് ആരാ? ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സോ ബൈ ക്യാഷ് അക്കൗണ്ട് 500. ഇത് ജസ്റ്റ് എക്സാമ്പിൾ മാത്രമാണ് കാണിച്ചത്. നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് നമുക്ക് ജേണലും ലെഡ്ജറും കൂടെ വരുന്ന വലിയ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ജേണൽ ട്രാൻസാക്ഷൻസ് എല്ലാം ഫില്ല് ചെയ്യുന്നത് പഠിച്ചു. ദെൻ ലെഡ്ജറിന്റെ ഫോർമാറ്റ്സും പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് കുറച്ച് ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് നമ്മൾ ലെഡ്ജറിലേക്ക്, ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് മാറ്റുന്നതെന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഒരു ഫുൾ ലെങ്ത് പ്രോബ്ലം ചെയ്യാനായിട്ട് പോവാണ്. നിങ്ങൾക്ക് വരുന്ന അതിനകത്ത് ജേണലും നമ്മൾ പ്രിപ്പയർ ചെയ്യണം, ലെഡ്ജറും പ്രിപ്പയർ ചെയ്യണം. ഇപ്പൊ രണ്ടും കൂടെ ഞാനത് ചെയ്യുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഈ സെയിം സ്റ്റഡി മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോ ചെയ്യുന്നത് ഇല്ലുസ്ട്രേഷൻ 15 ആണ്. എനിക്ക് തന്നിരിക്കുന്നതിനകത്ത് പേജ് നമ്പർ 35 ഈ പ്രോബ്ലം കിടക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അതുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലുസ്ട്രേഷൻ 15 ആണ്, പേജ് നമ്പർ 35. അപ്പൊ അതിനകത്ത് ജേണലും ലെഡ്ജറും എല്ലാം ഉണ്ട്. ജേണൽ ഞാൻ ചെയ്യുന്നില്ല. ജേണൽ നിങ്ങൾക്ക് യു ക്യാൻ റെഫർ ടു ദാറ്റ്. ദെൻ ഞാൻ ഇവിടെ ലെഡ്ജർ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം ട്രാൻസാക്ഷൻസ് കുറെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ, അശോക് കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്. അശോക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്തുവാ നമ്മൾ എഴുതുന്നത്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ദെൻ ഫർണിച്ചർ പർച്ചേസ് ഫോർ ക്യാഷ് 24,000. അങ്ങനെ കുറെ ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ജേണലും നെക്സ്റ്റ് പേജിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജേണൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, ഞാൻ ലെഡ്ജർ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം എല്ലാ ലെഡ്ജറും ചെയ്യും. ആദ്യത്തെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാഷ് അക്കൗണ്ട് വെച്ചിട്ടാണ്. ക്യാഷ് ലെഡ്ജർ ആണ് ആദ്യം ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഫോർമാറ്റ് വരച്ച് വെച്ചിട്ടുണ്ട്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, J/F, എമൗണ്ട്. ഇതാണ് ഡെബിറ്റ് സൈഡിൽ. Then credit side again, date, particulars, J/F, amount. ഇത്രയാണ്. ഓക്കെ ആണോ? ഇനി ക്യാഷ് അക്കൗണ്ടിൽ ഫില്ല് ചെയ്യുന്നത് നമ്മൾ എഴുതിയിട്ടുള്ള ജേണൽസ് എല്ലാം നിങ്ങൾ നോക്കുക. ആ ജേണൽസിൽ എവിടെയൊക്കെയാണോ ക്യാഷ് വന്നിട്ടുള്ളത്, എവിടെയൊക്കെയാണോ ക്യാഷ് അക്കൗണ്ട് എന്ന് വന്നിട്ടുള്ളത്,
അതെല്ലാം ആ ജേണൽസ് എല്ലാം നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റണം? ഈ ലെഡ്ജറിലേക്ക് നമ്മൾ മാറ്റണം. പിടികിട്ടിയോ? ഒന്നുകൂടെ പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഈ പ്രോബ്ലത്തിന്റെ ജേണൽസ് ഉണ്ട്. ആ ജേണലിൽ നോക്കിയിട്ട് എപ്പോഴൊക്കെയാണോ ക്യാഷ് വന്നേക്കുന്നത്, ആ ഓരോ ജേണലിലും എപ്പോഴൊക്കെയാണോ ക്യാഷ് വന്നേക്കുന്നത്, ആ ക്യാഷ് വരുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം എവിടെ നമ്മൾ കാണിക്കണം? ഈ ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കണം. ഓക്കെ ആണോ? സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ലെഡ്ജർ എടുക്കുകയാണേ. ലെഡ്ജറിനകത്തെ ആദ്യത്തെ ജേണൽ എൻട്രി ഇങ്ങനെയാണ് കിടക്കുന്നത്. 2018 March 1 ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പം ക്യാഷ് അക്കൗണ്ട് നേരത്തെ ലെഡ്ജറിന്റെ ക്ലാസ്സിൽ ലെഡ്ജറിന്റെ പോസ്റ്റിംഗിൽ നമ്മൾ പറഞ്ഞപ്പം എങ്ങനെയാണ് ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആ റൂൾ ഒക്കെ ഓർത്ത് വേണം നമ്മൾ ലെഡ്ജർ ഇവിടെ ഫില്ല് ചെയ്യാനായിട്ട്. ആദ്യത്തെ ജേണൽ എൻട്രി വായിച്ചേ. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷിന് ഇവിടെ എന്ത് ചെയ്തേക്കുക? ക്യാഷിന് ഇവിടെ ആരുമായിട്ടാ റിലേഷൻ? ക്യാപിറ്റലുമായിട്ടാണ് അല്ലെ? ക്യാപിറ്റലുമായിട്ടാണ് റിലേഷൻ. ഇനി അപ്പം നമുക്ക് മനസ്സിലായി ക്യാഷ് അക്കൗണ്ടിൽ അപ്പൊ ക്യാപിറ്റലിനെയാണ് കാണിക്കേണ്ടത്. ഇനി ഡെബിറ്റ് സൈഡിൽ കാണിക്കണോ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണോ? അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതിന് ഉത്തരവായിട്ട് ക്യാഷിനെ ഇവിടെ എന്ത് ചെയ്തേക്കോ നമ്മൾ നോക്കണം. ക്യാഷിന് അവിടെ ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ നോക്കണം. ക്യാഷിന് ഇവിടെ എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് ക്യാപിറ്റലിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഡേറ്റ് കൊടുക്കുക 2018 March 1 ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഹൗ മച്ച്? 1,20,000. ആദ്യത്തെ ജേണൽ എൻട്രി എന്തുവാ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ. ക്യാഷ് അക്കൗണ്ട് ആണ് നമ്മൾ എഴുതുന്നത്. ക്യാഷിന് ആരുമായിട്ടാ റിലേഷൻ? ക്യാപിറ്റലുമായിട്ട്. അപ്പം ക്യാഷ് അക്കൗണ്ടിൽ ആരുടെ പേര് കാണിക്കണം? ക്യാപിറ്റലിന്റെ പേര് കാണിക്കണം. ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ? ജേണൽ എൻട്രിയിൽ ക്യാഷിനെ എന്ത് ചെയ്തേക്കുക? ഡെബിറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് ക്യാഷിന്റെ ഡെബിറ്റ് സൈഡിൽ വേണം നമ്മൾ ക്യാപിറ്റൽ കാണിക്കാൻ. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് ട്രാൻസാക്ഷൻ, സെക്കൻഡ് ട്രാൻസാക്ഷൻ, ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. അവിടെ ക്യാഷ് വന്നല്ലോ. നമ്മൾ ഏത് അക്കൗണ്ട്, ഏത് ലെഡ്ജറാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ക്യാഷ് ലെഡ്ജർ ആണ്. അപ്പം ക്യാഷ് എപ്പോ കണ്ടാലും അത് നമ്മളെടുത്ത് ക്യാഷ് ലെഡ്ജറിലേക്ക് മാറ്റണം. ജേണൽ എൻട്രി ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ഇനി ശ്രദ്ധിച്ചേ, ക്യാഷിന് ഇവിടെ ആരുമായിട്ട് ക്യാഷ് അക്കൗണ്ട് ആണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ക്യാഷിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ക്യാഷും ഇവിടെ ഏത് അക്കൗണ്ടുമായിട്ടാണ് റിലേറ്റ് ചെയ്തേക്കുന്നത്? ഫർണിച്ചറുമായിട്ടാണ് അല്ലെ? അപ്പൊ ക്യാഷ് അക്കൗണ്ട് നമ്മൾ ആരുടെ പേരാ കാണിക്കണ്ടേ? ഫർണിച്ചറിന്റെ പേരാ കാണിക്കണ്ടേ. ഇനി ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ? അപ്പൊ നമ്മൾ റൂൾ ഓർക്കുക. ക്യാഷിനെ എവിടെ എന്തുവാ ചെയ്തേക്കുന്നത്? ക്യാഷിനെ എവിടെ ക്രെഡിറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് ഫർണിച്ചറിനെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് തന്നെ ചെയ്യണം. ഡേറ്റ് കൊടുക്കുന്നു 2018 March 2. നോക്കിക്കേ, ജേണൽ എൻട്രി വന്നേക്കുന്ന ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് ആണ്. അപ്പൊ ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ എങ്ങനെ എഴുതും? ബൈ ഫർണിച്ചർ അക്കൗണ്ട്. എമൗണ്ട് 24,000. ക്ലിയർ ആയോ? ഓക്കെ. നമ്മുടെ ജേണൽ എൻട്രി എങ്ങനെ? ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് എഴുതും? ബൈ ഫർണിച്ചർ. കാരണം ജേണൽ എൻട്രിയിൽ ക്യാഷിനെ എന്ത് ചെയ്തേക്കാണ്? ക്രെഡിറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ടാണ് ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ ഫർണിച്ചറിനെ ക്രെഡിറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ. തേർഡ് ട്രാൻസാക്ഷൻ, March 2 പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു വിജയ്സ് അക്കൗണ്ട്. അതായത് ക്രെഡിറ്റ് പർച്ചേസ് ആണ് ജേണൽ എൻട്രി വരുന്നത്. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് വിജയ്സ് അക്കൗണ്ട് ആണ്. ഇവിടെ ക്യാഷ് വന്നിട്ടുണ്ടോ? ക്യാഷ് അക്കൗണ്ടിനെ അഫക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ക്യാഷ് അക്കൗണ്ടിലേക്ക് ഇപ്പം നമ്മുടെ ലെഡ്ജറിലും അത് അഫക്ട് ചെയ്യത്തില്ല. തേർഡ് ട്രാൻസാക്ഷൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. ക്യാഷ് സെയിൽസ് നടന്നതിന്റെയാണ്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്. ഇവിടെ ക്യാഷ് വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കണം. ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്. ക്യാഷിന് ഇവിടെ ആരുമായിട്ട് റിലേഷൻ? സെയിൽസുമായിട്ട്. ക്യാഷിന് ഇവിടെ എന്ത് ചെയ്തേക്കുക? ഡെബിറ്റ് ചെയ്തേക്കുക. അതുകൊണ്ട് സെയിൽസിനെ എന്ത് ചെയ്യണം? നമ്മൾ ഡെബിറ്റ് ചെയ്യണം. March 3 ടു സെയിൽസ് അക്കൗണ്ട്. അതായത് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട് എന്നാണ്. എമൗണ്ട് എത്രയാ? 4,800.
ഓക്കെ ആണോ? അടുത്തത് നെക്സ്റ്റ് ട്രാൻസാക്ഷൻ റെന്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ്. റെന്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ്. ഇവിടെ ക്യാഷ് വന്നിട്ടുണ്ട്. ഇനി ക്യാഷിനെ ഇവിടെ എന്ത് ചെയ്തേക്കുക? ക്രെഡിറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് റെന്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് തന്നെ ചെയ്യണം. ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ എഴുതുന്നു ബൈ റെന്റ്. ബൈ റെന്റ് അക്കൗണ്ട് എത്രയാണ്? 3000. ബൈ റെന്റ് അക്കൗണ്ട് 3000. അടുത്ത നെക്സ്റ്റ് ട്രാൻസാക്ഷൻ അരുൺസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. അരുൺസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. ക്യാഷ് ഉണ്ടോ അവിടെ? ഇല്ല. നെക്സ്റ്റ് വൺ റിട്ടേൺ ഇൻവേർട്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു അരുൺസ് അക്കൗണ്ട്. അവിടെയും ക്യാഷ് ഇല്ല. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ദിനേഷ് അക്കൗണ്ട്. ക്യാഷ് ഇല്ല. ദിനേഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു റിട്ടേൺ ഔട്ട്വേർഡ്സ് അക്കൗണ്ട്. അവിടെയും ക്യാഷിനെ അഫക്ട് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ അഡ്വർടൈസിംഗ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. അഡ്വർടൈസിംഗ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. അവിടെ ക്യാഷ് വരുന്നുണ്ട്. ക്യാഷിനെ എന്ത് ചെയ്തേക്കുക? ക്രെഡിറ്റ് ചെയ്തേക്കാണ്. അപ്പൊ ക്യാഷുമായിട്ട് റിലേറ്റ് ചെയ്ത റിലേഷൻ ഉള്ള ആർക്കാ? അഡ്വർടൈസ്മെന്റ്. അതുകൊണ്ട് അഡ്വർടൈസ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഡേറ്റ് കൊടുക്കുന്നു ബൈ അഡ്വർടൈസ്മെന്റ്. എമൗണ്ട് എത്രയാണ്? 1500. Okay. Next one. Stationery account debited to cash account. Stationery account debited to cash account. Cash വന്നിട്ടുണ്ട്. Again expense ആണ്. എക്സ്പെൻസുകൾ എല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുവാണ്. ഇനി ആ റൂൾ ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ മുമ്പേ പറഞ്ഞു തന്നെ ഫോളോ ചെയ്താൽ മതി. ക്യാഷിന് ആരുമായിട്ട് റിലേഷൻ? സ്റ്റേഷനറി ആയിട്ട്. ക്യാഷിന് എന്ത് ചെയ്തേക്കുന്നു? ക്രെഡിറ്റ് ചെയ്തേക്കുന്നു. അതുകൊണ്ട് സ്റ്റേഷനറിയെ നമുക്ക് ക്രെഡിറ്റ് ചെയ്യണം ബൈ സ്റ്റേഷനറി അക്കൗണ്ട്. ബൈ സ്റ്റേഷനറി അക്കൗണ്ട് എത്രയാണ്? 300. അടുത്തത് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് വന്നിട്ടുണ്ട്. ക്യാഷിനെ ഇവിടെ എന്ത് ചെയ്തേക്കുക? ക്രെഡിറ്റ് ചെയ്തേക്കാണ്. അത് ഡ്രോയിങ്സിന്. അതുകൊണ്ട് ഡ്രോയിങ്സിനെ എന്ത് ചെയ്യണം? നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം ബൈ ഡ്രോയിങ്സ്. ബൈ ഡ്രോയിങ്സ് അക്കൗണ്ട് 2400. Next one. Cash account debited to sales account. Again ഒരു സെയിൽസ് ആണ് നടന്നേക്കുന്നത്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. ക്യാഷിനെ അവിടെ എന്ത് ചെയ്തേക്കുക? ഡെബിറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് സെയിൽസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഡേറ്റ് കൊടുക്കുന്നു ടു സെയിൽസ് അക്കൗണ്ട്. അഗൈൻ ഒരു സെയിൽസ് ക്യാഷ് സെയിൽസ് ആണ് വന്നേക്കുന്നത്. 9600. എമൗണ്ട് 9600. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട് 9600. അടുത്തത് നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു അരുൺസ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു അരുൺസ് അക്കൗണ്ട്. ക്യാഷ് വന്നിട്ടുണ്ട്. ക്യാഷിന് അവിടെ ഡെബിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് അരുണിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സോ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു അരുൺസ് അക്കൗണ്ട്. എത്രയാ? 2550. ഓക്കെ. അടുത്തത് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു അരുൺസ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിൽ ടു അരുൺസ് അക്കൗണ്ട്. Then വിജയ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. വിജയ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷിനെ അവിടെ എന്ത് ചെയ്തേക്കുക? ക്രെഡിറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് വിജയെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഡേറ്റ് ബൈ വിജയ്സ് അക്കൗണ്ട്. എമൗണ്ട് 12,000. നെക്സ്റ്റ് വരുന്നത് സഞ്ജയ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. ക്യാഷ് അവിടെ വരുന്നില്ല. നെക്സ്റ്റ് വൺ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. വീണ്ടും ക്യാഷ് സെയിൽസ് ആണ്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് നമ്മൾ എന്ത് എഴുതും? ടു സെയിൽസ് അക്കൗണ്ട് 6000. നെക്സ്റ്റ് സാലറീസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. സാലറീസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് സാലറി എന്ത് ചെയ്യണം? നമ്മള് ക്രെഡിറ്റ് ചെയ്യണം ബൈ സാലറീസ് അക്കൗണ്ട് 6000.
നെക്സ്റ്റ് വൺ മുനിസിപ്പൽ ടാക്സസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. നമ്മൾ ടാക്സ് പേ ചെയ്യുമ്പോഴാണ് മുനിസിപ്പൽ ടാക്സസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. അഗെയിൻ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തേക്കാണ്. ക്രെഡിറ്റ് സൈഡിൽ ബൈ മുനിസിപ്പൽ ടാക്സ് അക്കൗണ്ട് 1200. Then last one, printing charges account debited to cash account. Printing charges account debited to cash account. Again cash ne credit ചെയ്തേക്കാണ് by printing charges 1500. അങ്ങനെ നമ്മൾ ട്രാൻസാക്ഷൻ എല്ലാം ഫിൽ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ജേർണൽസ് എല്ലാം ക്യാഷിനെ റിലേറ്റ് ചെയ്യുന്ന ജേർണൽസ് എല്ലാം നമ്മൾ ലെഡ്ജറിലേക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇതൊന്ന് രണ്ട് സൈഡ്, നമുക്ക് ഡെബിറ്റിലും കുറച്ച് എമൗണ്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ക്രെഡിറ്റിലും ഉണ്ട്. അപ്പൊ നമുക്ക് ഡെബിറ്റ് സൈഡിലും കുറച്ച് എമൗണ്ട്സ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡിലും ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ ബാലൻസ് ചെയ്യാനായിട്ട് പോവാണ്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് പോസ്റ്റിംഗ്, അതായത് പോസ്റ്റിംഗ് എന്ന് വെച്ചാൽ ജേർണലിനകത്തുനിന്ന് നമ്മൾ ലെഡ്ജറിലേക്ക് എമൗണ്ട്സ് എടുത്ത് എഴുതുന്നതിന് പറയുന്ന പേരാണ് പോസ്റ്റിംഗ്. പോസ്റ്റിംഗ് ചെയ്ത് നമ്മൾ ചെയ്യേണ്ടത് ഡെബിറ്റ് സൈഡിലെ എമൗണ്ടുകളും ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ടുകളും നമ്മളൊന്ന് സമ്മപ്പ് ചെയ്യണം. ഞാനിവിടെ ഡെബിറ്റ് സൈഡിന്റെ ടോട്ടൽ 12,000, 4,800, 9,600. ഓക്കെ, ഇനി നമ്മൾ ബാലൻസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം പോസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം, അതായത് ജേർണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് നമ്മൾ എമൗണ്ടുകൾ എല്ലാം എടുത്ത് എഴുതിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. ബാലൻസ് എങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഡെബിറ്റ് സൈഡിൽ നമുക്ക് കുറെ എമൗണ്ട്സ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ട്സ് ഉണ്ട്. ആദ്യം ഇതിന്റെ രണ്ടിന്റെ എന്ത് ചെയ്യണം? നമ്മൾ ടോട്ടൽസ് എടുക്കണം. ഡെബിറ്റ് സൈഡിലെ എമൗണ്ടുകൾ 1,20,000, 4,800, 9,600, 2,550 and 6,000 ഇത്രയാണ്. അതിന്റെ അത്രയും ടോട്ടൽ എന്ന് പറയുമ്പോൾ നമുക്ക് 1,42,950 ആണ് വരുന്നത് ഡെബിറ്റ് സൈഡിന്റെ ടോട്ടൽ. ഇത് ഡെബിറ്റ് സൈഡ് ആണ്, അതായത് ആ സൈഡിന്റെ ടോട്ടൽ ആണ് ഇത്. ഇനി ക്രെഡിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ 24,000, 3,000, 1,500, 300, 2,400, 12,000, 6,000, 1,200 and 1,500 ഇത്രയാണ്. ക്രെഡിറ്റിന്റെ ടോട്ടൽ എന്ന് പറയുമ്പം 51,900 ആണ് നമുക്ക് വരുന്നത്. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്. ബാലൻസിങ്ങിന്റെ ഭാഗമായിട്ട് ആദ്യം ചെയ്യേണ്ടത് രണ്ട് സൈഡിലെ എമൗണ്ട്സുകളൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതി, തെറ്റ് വരുത്താതെ കറക്റ്റ് ആയിട്ട് നമ്മൾ ടോട്ടൽ ചെയ്ത് വെക്കാം. നമുക്ക് ഡെബിറ്റ് സൈഡിന്റെ ടോട്ടലും കിട്ടും, ക്രെഡിറ്റ് സൈഡിന്റെ ടോട്ടലും കിട്ടും. ഇനി ചെയ്യേണ്ടത് ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് എടുക്കുക എന്നുള്ളതാണ്, അതായത് ഈ ക്രെഡിറ്റ് സൈഡിന്റെ ഡെബിറ്റ് സൈഡിന്റെ. അപ്പൊ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് രണ്ട് ടോട്ടൽസ് കിട്ടുമല്ലോ, അതായത് ഡെബിറ്റ് ടോട്ടലും ക്രെഡിറ്റ് ടോട്ടലും. ഇതിനകത്തെ ഹയസ്റ്റ് ടോട്ടൽ ഏതാണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഈ രണ്ട് ടോട്ടൽസിനകത്തും ഹയസ്റ്റ് ഏതാ? ഡെബിറ്റ് സൈഡിന്റെ ടോട്ടൽ ആയ 1,42,950 വന്നേക്കുന്നത് അല്ലെ. ഇതാണ് ഹയസ്റ്റ് ടോട്ടൽ എന്ന് പറഞ്ഞത്. അപ്പൊ ഇതെന്ത് ചെയ്യാ? നമ്മുടെ രണ്ട് എമൗണ്ട് കോളത്തിന്റെയും രണ്ട് എമൗണ്ട് കോളത്തിന്റെയും ടോട്ടൽ ആയിട്ട് ഫിക്സ് ചെയ്യുക. ലൈക്ക് ദിസ്. ഇത് നമുക്ക് 1,42,950 അല്ലേ. 1,42,950 ഇവിടെയും ടോട്ടൽ ചെയ്യുക. 1,42,950 ഇവിടെയും ടോട്ടൽ ചെയ്യുക. ക്ലിയർ ആവുന്നുണ്ട്? ആദ്യത്തെ സ്റ്റെപ്പ് എന്തുവാ? ടേക്ക് ദി ടോട്ടൽസ് ഓഫ് ദി ഡെബിറ്റ് കോളം ആൻഡ് ക്രെഡിറ്റ് കോളം. അത് ചെയ്തു. ഇനി അതിനകത്തെ ഹയസ്റ്റ് നമ്പർ ഡെബിറ്റിന്റെ ടോട്ടൽ ആണോ ക്രെഡിറ്റിന്റെ ടോട്ടൽ ആണോ വലുതെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം രണ്ട് എമൗണ്ട് കോളത്തിന്റെയും ടോട്ടൽ ആയിട്ട് ആ ഹയസ്റ്റ് വാല്യൂ നമ്മൾ ഫിക്സ് ചെയ്യുക. ഓക്കെ ആണല്ലോ? ഇതുവരെ ഓക്കെ ആണല്ലോ? ഇനി ചെയ്യേണ്ടത് ടേക്ക് ദ ഡിഫറൻസ് ഓഫ് ടു ടോട്ടൽസ്, അതായത് ഡെബിറ്റ് സൈഡിന്റെയും ക്രെഡിറ്റ് സൈഡിന്റെയും ടോട്ടൽ എടുക്കുക. 1,42,950 മൈനസ് വിച്ച് ഇസ് ദ ലാർജസ്റ്റ് ഫിഗർ, ദെൻ 51,900. ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 91,050 എന്നുള്ളൊരു എമൗണ്ട് കിട്ടും. ഇതാണ് ഡിഫറൻസ്. മനസ്സിലായോ? അതായത് ഡെബിറ്റ് ടോട്ടലിന്റെയും ക്രെഡിറ്റ് ടോട്ടലിന്റെയും ഡിഫറൻസ് ആണ് 91,050 എന്ന് വരുന്നത്. ഇനി നമ്മൾ ഇങ്ങനെ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത്, ഇവിടെ എവിടെയാണ് നമുക്ക് കുറവ് ഫൈൻഡ് ചെയ്തത്? ഡെബിറ്റ് സൈഡ് ആണോ ക്രെഡിറ്റ് സൈഡ് ആണോ? നമുക്ക് ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് കുറവും അല്ലേ വന്നത്? ഇതാണ് ക്രെഡിറ്റ് സൈഡ് അല്ലെ. ക്രെഡിറ്റ് കുറവും അല്ലേ വന്നത്? ഓക്കെ, അപ്പൊ രണ്ടിന്റെ ഡിഫറൻസ് നമ്മൾ എടുത്തു. ഇനി നോക്കണം എവിടെയാണ്, ഏത് സൈഡിലാണ് നമുക്ക് കുറവ് വന്നത്? ഡെബിറ്റ് സൈഡിലായിരുന്നു കുറവ് വന്നത്, ക്രെഡിറ്റ് സൈഡിലായിരുന്നു. നമുക്ക് ക്രെഡിറ്റ് അല്ലേ കുറവ് വന്നത്? ഡെബിറ്റ് ആയിരുന്നു ഹയസ്റ്റ് വാല്യൂ 1,42,950 ആൻഡ് ക്രെഡിറ്റ് സൈഡ്, അതായത് ഈ സൈഡ് കുറവായിരുന്നു. ഈ സൈഡ് കുറവ് വരുമ്പം ഈ സൈഡിൽ നമ്മൾ എഴുതും ബൈ ബാലൻസ്
ക്യാരി ഡൗൺ. ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കിട്ടിയ ഡിഫറൻസ് എമൗണ്ട് ഉണ്ടല്ലോ, അതായത് ഡെബിറ്റിന്റെയും ക്രെഡിറ്റിന്റെയും ഡിഫറൻസ് ആയിട്ട് കിട്ടിയ എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ട് നമ്മൾ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. 91,050. ദിസ് ഇസ് ദ ബാലൻസിങ് ഫിഗർ. ഈ ഇതിന് പറയുന്ന പേരാണ് ബാലൻസിങ് ഫിഗർ എന്ന് പറയാം. അതായത് രണ്ട് എമൗണ്ട് കോളത്തിന്റെയും ബാലൻസ് ചെയ്ത് ഡിഫറൻസ് ആയിട്ട് കിട്ടുന്ന ആ എമൗണ്ട് ആണ് നമ്മൾ കുറവുള്ളെടുത്ത്. അത് ശ്രദ്ധിക്കണം. കൂടുതലുള്ള ഡെബിറ്റ് സൈഡ് അല്ലായിരുന്നോ, അതായത് 1,40,950. കൂടുതലുള്ളിടത്തും കുറവുള്ളതും തമ്മിലുള്ള ഡിഫറൻസ് എവിടെയാണോ കുറവുള്ളത് അവിടേക്ക് എന്ത് ചെയ്യുക, അതങ്ങ് ഫില്ല് ചെയ്തേക്കുക. ജസ്റ്റ് നമ്മൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ 5 ആണ്, ഇവിടെ 5 ആണ് ടോട്ടൽ. ഓക്കെ, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ കൂടെ 5 ആക്കണമെങ്കിൽ നമ്മൾ എത്രയും കൂടെ ആഡ് ചെയ്യണം, ഇവിടെയും കൂടെ നമ്മൾ 2 കൊടുക്കണം. അപ്പൊ അതങ്ങ് ആഡ് ആയി പോകത്തില്ല. അപ്പം ഈ എമൗണ്ടിന് പറയുന്ന പേരാണ് ബാലൻസിങ് ഫിഗർ. ആ സെയിം ലോജിക് ആണ് ഇവിടെ. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ആഡ് ചെയ്യുക, എന്നിട്ട് ആ കുറവ് വന്നത് എവിടെയാണോ അവിടെ എത്ര രൂപയാണോ കുറവുള്ളത് അത് ഇട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ബാലൻസ് നമ്മൾ ആ ഒരു ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് എത്ര വരും, 91,050. എങ്ങനെയാ വന്നതെന്നൊക്കെ മനസ്സിലായല്ലോ. എമൗണ്ട്സ് ഡെബിറ്റും ഉണ്ട്, ഡെബിറ്റിന്റെ ടോട്ടലും ഉണ്ട്, ക്രെഡിറ്റിന്റെ ടോട്ടലും ഉണ്ട്. ദെൻ ജസ്റ്റ് സിംപ്ലി ടേക്ക് ദ ഡിഫറൻസ് ആൻഡ് എവിടെയാണോ കുറവുള്ളത് അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യാതെ ഫില്ല് ചെയ്യുക. അത്രേ ഉള്ളൂ. ഇനി ലാസ്റ്റ് ഒരു ചെറിയ പരിപാടിയും കൂടെ ഉണ്ട്. അപ്പം ഈ ബാലൻസ് നമ്മൾ എഴുതുന്നത് നമ്മുടെ ഏറ്റവും എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയർ ആണ്, അതായത് 31st മാർച്ച് ആണ്. ഇനി ഈ 31st മാർച്ചിൽ കിട്ടിയ ഈ ബാലൻസിങ് ഫിഗർ നമ്മൾ നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. നെക്സ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ ഇതേത് മാസമാ, 31st മാർച്ച് ആണ് ഈ കിടക്കുന്നത്. അതായത് ഇവിടെ നോക്ക്, 31st മാർച്ചിലാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. ഇനി ഈ ബാലൻസ് ചെയ്ത് 31st മാർച്ചിൽ ബാലൻസ് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ അത് ഏത് വർഷമാ, 1st ഏപ്രിൽ 31 നെക്സ്റ്റ് ഇയർ. ഇവിടെ ഇപ്പം 31st മാർച്ച് 2020 ആണെങ്കിൽ നെക്സ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ എന്തുവാ, 1st ഏപ്രിൽ 2021. ആ 1st ഏപ്രിൽ 2021 നമ്മൾ എന്ത് ചെയ്യണം, ക്യാരി ഫോർവേഡ് ചെയ്യണം. അത് കാണിച്ചു തരാം. നമ്മൾ നേരെ ഇപ്പുറത്ത് വരിക, അതായത് നമ്മുടെ ഡെബിറ്റ് സൈഡിൽ വരിക, അവിടെ ഡേറ്റ് ഇട്ട് കൊടുക്കുക. അതായത് 1st ഏപ്രിൽ ഡേറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ എഴുതുന്നു ടു ബാലൻസ് ബ്രോ ഡൗൺ. അതായത് ഇവിടെ നമ്മൾ ക്യാരി ഡൗൺ ചെയ്യും, ക്ലോസിംഗ് ആണ്. ഇവിടെ കിട്ടിയ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ നെക്സ്റ്റ് ഇയറിലത്തേക്ക് നമ്മൾ മാറ്റുകയാണ്. അപ്പൊ ക്യാരി ഡൗൺ അല്ല, പിന്നെ ബ്രോ ഡൗൺ വരും. ഇവിടെ കിട്ടിയ ഈ സെയിം എമൗണ്ട് നമ്മുടെ ഈ ടോട്ടലിന് താഴെയായിട്ട് നമ്മൾ കാണിക്കണം, 91,050 എന്നുള്ള എമൗണ്ട്. ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയാം, ഒന്നുമില്ല, വലിയ സംഭവം ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഇവിടെ ക്യാരി ഡൗൺ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഡിഫറൻസ് എടുക്കുക, ക്യാരി ഡൗൺ എഴുതുക. ദെൻ ക്യാരി ഡൗൺ ചെയ്ത ആ സെയിം എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ ബ്രോ ഡൗൺ ചെയ്യുക. അപ്പൊ ബ്രോ ഡൗൺ ചെയ്യുമ്പം ഡെബിറ്റ് സൈഡിൽ പോവുക, ഡെബിറ്റ് സൈഡിന്റെ ടോട്ടലിന് താഴെയായിട്ട് നമ്മൾ നെക്സ്റ്റ് ഇയറിന്റെ ഡേറ്റ് വെച്ചുകൊണ്ട്, ഇറ്റ്സ് യൂഷ്വലി 1st ഏപ്രിൽ. ഓക്കെ, 1st ഏപ്രിൽ ഡേറ്റ് വെച്ചുകൊണ്ട് നമ്മൾ ആ ഡിഫറൻസ് എമൗണ്ട് ഇടുക. അത്രേ ഉള്ളൂ. അടുത്ത ജേണൽ ആണ്, ജേണൽ അല്ല, ലെഡ്ജർ ആണ്, സെയിൽസ് അക്കൗണ്ട്. അപ്പൊ നമ്മൾ ക്യാഷ് ചെയ്ത പോലെ തന്നെ സെയിൽസിനെ റിലേറ്റ് ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ എവിടെ പോസ്റ്റ് ചെയ്യണം, സെയിൽസ് അക്കൗണ്ടിനകത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യണം. ആദ്യത്തെ ട്രാൻസാക്ഷൻ വീണ്ടും നമ്മൾ ജേണലിലേക്ക് വരണം കേട്ടോ. ജേണലാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ലെഡ്ജറിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഏത് അക്കൗണ്ടാ ചെയ്യുന്നത്, സെയിൽസ് അക്കൗണ്ട്. അപ്പൊ ലെഡ്ജർ നോക്കുമ്പോൾ സെയിൽസ് എവിടെയൊക്കെ വരുന്നു, സെയിൽസ് അക്കൗണ്ട് എവിടെയൊക്കെ വരുന്നു അത് മാത്രം നമ്മൾ എടുത്താൽ മതി. ആദ്യത്തെ ട്രാൻസാക്ഷൻ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്, അവിടെ സെയിൽസ് ഇല്ല. സെക്കൻഡ് ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്, സെയിൽസ് ഇല്ല. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു വിജയ്സ് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്. ഫോർത്ത് ട്രാൻസാക്ഷൻ പറയുന്നുണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്, അവിടെ സെയിൽസ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ സെയിൽസ് ലെഡ്ജറിലേക്ക് എടുത്ത് പോസ്റ്റ് ചെയ്യണം. ജേണൽ എന്തുവാ, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്. അപ്പൊ സെയിൽസിനെ എന്ത് ചെയ്തേക്കുക, ക്രെഡിറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഇതാണ് സെയിൽസ് അക്കൗണ്ട്. ഡേറ്റ് കൊടുക്കുന്നു 2018 ഏപ്രിൽ 3. ജേണൽ എൻട്രി എങ്ങനെയാ, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്. അപ്പൊ സെയിൽസിൽ എന്ത് എഴുതും, ബൈ ക്യാഷ് അക്കൗണ്ട്, എമൗണ്ട് 4,800.
അടുത്ത ജേണൽ നോക്കിക്കേ. റെന്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്, അരുൺസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. അവിടെ സെയിൽസ് വന്നിട്ടുണ്ട്. അരുൺസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. ഓക്കെ, അരുൺസ് അക്കൗണ്ട് ഡെബിറ്റഡ്. അപ്പൊ സെയിൽസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യും? സെയിൽസ് അക്കൗണ്ടിൽ അരുണിനെ എന്ത് ചെയ്തേക്കാ? ഡെബിറ്റ് ചെയ്തേക്കാണ്. അപ്പൊ സെയിൽസ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? സെയിൽസിനെ എന്ത് ചെയ്തേക്ക? ക്രെഡിറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് എഗെയിൻ അരുണിനെ നമ്മള് സെയിൽസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ബൈ അരുൺസ് അക്കൗണ്ട്. എമൗണ്ട് എത്രയാ? 9,000. അടുത്തത് റിട്ടേൺ ഇൻവേർട്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു അരുൺസ് അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ദിനേശ് അക്കൗണ്ട്, ദിനേശ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു റിട്ടേൺ ഔട്ട്വേർഡ്. ഞാൻ ഇനി സെയിൽസ് ഉള്ളത് മാത്രമേ വായിക്കുന്നുള്ളേ, എല്ലാം വായിച്ച് നമുക്ക് സമയം പോകും. പിന്നെ സെയിൽസ് വരുന്നത് 20th നടന്ന ട്രാൻസാക്ഷൻ, അതായത് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്, ഒരു 9,600 വരുന്നത്, അവിടെ മാത്രമേ പിന്നെ സെയിൽസ് വരുന്നുള്ളൂ. അപ്പം ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്, സെയിൽസിന് അവിടെ ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് അക്കൗണ്ട് എമൗണ്ട് 9,600. പിന്നെ സെയിൽസ് വരുന്നത് 24th നടന്ന ട്രാൻസാക്ഷൻ, അതായത് സഞ്ജയ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്, അവിടെയും സെയിൽസിന് ക്രെഡിറ്റ് ആണ്. അതുകൊണ്ട് 24th ബൈ സഞ്ജയ്സ് അക്കൗണ്ട് എമൗണ്ട് 15,000. പിന്നെ നെക്സ്റ്റ് ഡേയും സെയിൽസ് വരുന്നുണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്, അപ്പം 28th ബൈ ക്യാഷ് അക്കൗണ്ട് 6,000. പിന്നെ സെയിൽസ് വരുന്നില്ല. ഇത്രയും നോക്കിയേ, 5th 5 ട്രാൻസാക്ഷനിലാണ് നമ്മൾ സെയിൽസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. അത് 5 എണ്ണവും നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നോക്കി, അപ്പൊ നമ്മള് സെയിൽസിനെ അഫക്ട് ചെയ്യുന്ന എല്ലാം നമ്മൾ മാറ്റി കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത് രണ്ട് സൈഡിന്റെ ടോട്ടൽ എടുക്കാം. അപ്പൊ വി ക്യാൻ സീ ദാറ്റ് ഡെബിറ്റ് സൈഡിൽ ഒന്നും തന്നെ ഇല്ല. ഡെബിറ്റ് സൈഡിൽ ഒരു എമൗണ്ട് വന്നിട്ടില്ല, എല്ലാ എമൗണ്ടും ക്രെഡിറ്റ് സൈഡിലാണ് വന്നേക്കുന്നത്. അപ്പൊ ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ ഇതൊക്കെയാണ്: 4,800, 9,000, 9,600, 15,000 ആൻഡ് 6,000. ഇതിന്റെ എല്ലാം കൂടെ ടോട്ടൽ എന്ന് പറയുമ്പോൾ 44,400 ആണ് വരുന്നത് ക്രെഡിറ്റ് സൈഡിന്റെ. ഡെബിറ്റ് സൈഡ് ഒന്നും തന്നെ ഇല്ല. അപ്പം ഏതായിരിക്കും ഹയസ്റ്റ് ടോട്ടൽ? ഏത് തന്നെ ആയിരിക്കും? ക്രെഡിറ്റ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമ്മള് അപ്പൊ നമ്മള് എമൗണ്ട്സുകളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് പോവാണ്. ഡെബിറ്റ് സൈഡിൽ ഒന്നുമില്ല, ക്രെഡിറ്റ് സൈഡിലാണ് എല്ലാ എമൗണ്ട്സും വന്നേക്കുന്നത്. സെയിൽസ് അല്ലേ, അപ്പൊ കൂടുതലും ക്യാഷ് സെയിൽസ് ആണ് ഇവർക്ക് വന്നേക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ക്രെഡിറ്റിൽ മാത്രം വന്നേക്കുന്നത്. അപ്പൊ ഡെബിറ്റ് സൈഡിന്റെ ടോട്ടൽ ഒന്നും തന്നെ ഇല്ല, നിൽ വാല്യൂ ആണ്. ദെൻ ക്രെഡിറ്റിന്റെ ടോട്ടൽ, അതായത് ഈ കിടക്കുന്ന ഈ 5 എമൗണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 44,400 കിട്ടും. അപ്പൊ ഹയസ്റ്റ് വാല്യൂ ഏതായിരിക്കും? അത് തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ രണ്ട് എമൗണ്ട് കോളത്തിന്റെയും ടോട്ടൽ ആയിട്ട് ആ ഹയസ്റ്റ് വാല്യൂ ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും നമ്മൾ ടോട്ടല് ഇവിടെ ഇല്ലേ നമ്മൾ എഴുതി നിർത്തിയേക്കുന്നത്, അപ്പൊ കുറച്ച് താഴെയായിട്ട് ടോട്ടൽ വരയ്ക്കണം. കാരണം നമുക്ക് ഇവിടെ ഇൻ ബിറ്റ്വീൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ കാണും. ഓക്കെ, അപ്പൊ എപ്പോഴും ഇച്ചിരി സ്പേസ്, രണ്ട് സ്ഥലത്തും ഇച്ചിരി സ്പേസ് കൊടുത്തതിന് ശേഷം എമൗണ്ട്സ് എല്ലാം ആ 2 എമൗണ്ട് കോളങ്ങളും ഒരേ രീതിയിൽ നേരെ നേരെ വരുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അപ്പൊ ഹയസ്റ്റ് ടോട്ടൽ നമുക്ക് കിട്ടിയത് 44,400 ആണ്. അത് 2 എമൗണ്ട് കോളത്തിന്റെയും ടോട്ടൽ ആക്കുക. ഇനി എവിടെയാ കുറവ് വന്നത്? അവിടെ ഒന്നും ഇല്ലല്ലോ, അപ്പൊ അതായിരിക്കുമല്ലോ ഒബ്വിയസ്ലി. അപ്പം നോക്കിക്കേ, ക്ലോസിംഗ് ഡേറ്റ് കൊടുത്തിട്ട്, അതായത് 31st March ആണ് യൂഷ്വലി നമ്മുടെ അക്കൗണ്ടിങ് ഇയറിന്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഡേറ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് എത്രയാണോ കുറവ് വന്നത്, അപ്പൊ ഇവിടെ ഒന്നും ഇല്ലല്ലോ, അപ്പൊ 44,400 ആണ് ഇവിടെ കുറവ്. അപ്പം ടു ബാലൻസ് ക്യാരി ഡൗൺ ആണോ ബ്രോ ഡൗൺ ആണോ ഡൗട്ട് വരും. ക്യാരി ഡൗൺ തന്നെ എഴുതും കേട്ടോ. ക്ലോസിംഗ് ഡേറ്റിൽ നമ്മൾ എപ്പോഴും എഴുതുന്നത് ക്യാരി ഡൗൺ ആയിരിക്കും. എത്ര തന്നെ വരും? 44,400. ആൻഡ് ദിസ് ഈസ് ദ ബാലൻസിങ് ഫിഗർ. ഇനി മുമ്പേ പറഞ്ഞ സ്റ്റെപ്സ് ഓർത്തേ. ക്യാരി ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ, അതായത് നെക്സ്റ്റ് ഇയറിലേക്ക്, നമ്മളിപ്പോ എവിടെയാ നിൽക്കുന്നത്? 31st March നെക്സ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ അത് ഓപ്പണിംഗ് ആയി. അപ്പം 1st April, നെക്സ്റ്റ് ഇയറിന്റെ 1st Aprilലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ കിട്ടി ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പൊ നമ്മൾ എഴുതും ബൈ ബാലൻസ്. അവിടെ ക്യാരി ഡൗൺ എഴുതരുത്, കാരണം നമ്മളൊരു പുതിയ വർഷമാണ്. അവിടെ നമ്മൾ എഴുതും ബ്രോ ഡൗൺ. ഓക്കെ ആണോ? ഇവിടെ കിട്ടിയ ആ സെയിം എമൗണ്ട്, ഇവിടെ ക്യാരി ഡൗൺ ചെയ്ത സെയിം സംഭവം നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ബ്രോ ഡൗൺ ചെയ്യുന്നു. എമൗണ്ട് 44,400. ഇതാണ് ലെഡ്ജറിന്റെ ഫുൾ ആയിട്ട് വരുന്നത്.
ഓക്കെ ആണോ? ക്യാരി ഡൗൺ മാത്രം ചെയ്തിട്ടേക്കരുത് കേട്ടോ, ബ്രോ ഡൗണും കൂടെ ചെയ്ത് അവിടെ കാണിക്കണം, മാർക്ക് പോകും. നെക്സ്റ്റ് ലെഡ്ജർ അക്കൗണ്ട് അരുൺസ് അക്കൗണ്ട്. അരുൺസ് അക്കൗണ്ട് ആണ്. അരുണിനെ റിലേറ്റ് ചെയ്യുന്ന ജേണലിനകത്ത് എപ്പോഴൊക്കെ അരുൺസിനെ അക്കൗണ്ട് റിലേഷൻ വന്നിട്ടുണ്ടോ അതെല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്യണം. ഞാൻ അരുണിനെ റിലേറ്റഡ് ആയിട്ടുള്ള ജേണൽസ് മാത്രമേ വായിക്കുന്നുള്ളൂ കേട്ടോ. മാർച്ച് 6 നടന്നൊരു ട്രാൻസാക്ഷൻ ഉണ്ട്, ദാറ്റ് ഈസ് അരുൺസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. അരുൺസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. അപ്പം ജേണൽ എൻട്രി ഏതാണ്? അരുൺസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. അപ്പൊ അവിടെ അരുണിനെ എന്ത് ചെയ്തേക്കാണ്? ഡെബിറ്റ് ചെയ്തേക്കാണ്. അപ്പൊ സെയിൽസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് തന്നെ ചെയ്യണം. ഡേറ്റ് കൊടുക്കുന്നു, ടു സെയിൽസ് അക്കൗണ്ട്. എമൗണ്ട് എത്രയാണ്? 9000. വന്ന് മനസ്സിലായാലും നമ്മുടെ ജേണൽ എൻട്രി നമ്മൾ എങ്ങനെയാ വായിക്കുന്നത്? അരുൺസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. അരുൺസ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്, എമൗണ്ട് 9000. പിന്നെ അരുൺ വരുന്നത് എവിടെയാ? തൊട്ട് താഴെ നെക്സ്റ്റ് ആയിട്ട് അരുൺ വരുന്നുണ്ട്. റിട്ടേൺ ഇൻവേർഡ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു അരുൺസ് അക്കൗണ്ട്. എന്താണ്? റിട്ടേൺ ഇൻവേർഡ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു അരുൺസ് അക്കൗണ്ട്. അവിടെ അരുൺസ് അക്കൗണ്ടിന് എന്ത് ചെയ്തേക്കുക? ക്രെഡിറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് റിട്ടേൺ ഇൻവേർഡ്സിന്റെ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് തന്നെ ചെയ്യണം. നമ്മൾ ഡേറ്റ് കാണിക്കുന്നു, മാർച്ച് 7 ബൈ റിട്ടേൺ ഇൻവേർഡ്സ് അക്കൗണ്ട്. ബൈ റിട്ടേൺ ഇൻവേർഡ്സ് അക്കൗണ്ട് ഹൗ മച്ച്? 450. ഓക്കെ ആണോ? പിന്നെ അരുൺ വരുന്നത് എവിടെയാന്ന് നോക്കിക്കേ, 21, അതായത് മാർച്ച് 21 ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു അരുൺസ് അക്കൗണ്ട് എന്ന് വരുന്നുണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു അരുൺസ് അക്കൗണ്ട്. അപ്പൊ അരുൺസ് അക്കൗണ്ടിനെ അവിടെ അഗൈൻ ക്രെഡിറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. മാർച്ച് 27 ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു അരുൺസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അരുൺസ് അക്കൗണ്ടിൽ ബൈ ക്യാഷ് അക്കൗണ്ട് 25,550. പിന്നെ അരുൺ വരുന്നത് ഇല്ല, ഇനി വേറെ അരുൺ വേറെ അക്കൗണ്ട്സ് ഒന്നും വരുന്നില്ല, അത്രയേ ഉള്ളൂ. അതായത് 3 ട്രാൻസാക്ഷൻ മാത്രമേ അരുണിനെ റിലേറ്റ് ചെയ്ത് വരുന്നുള്ളൂ. ഇനിയിപ്പോ നമ്മൾ എന്തുവാ ചെയ്യേണ്ടത്? അരുണിന്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും നമ്മളൊന്ന് ആഡ് ചെയ്ത് നോക്കണം. തൊട്ട് കുറച്ച് താഴെയായിട്ട് നമ്മൾ ടോട്ടൽ വരയ്ക്കുന്നു. നോക്കിക്കേ, ഇവിടെ 9000 ആണ്, ഇവിടെ എത്രയാണ്? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഡെബിറ്റ് ടോട്ടൽ എത്രയാ അരുണിൻ്റെത്? 9000. ദെൻ ക്രെഡിറ്റ് ടോട്ടൽ ഏതൊക്കെയാ? പ്ലസ് 450 എത്ര വരും? 3000. അപ്പം 9000 ആണോ? ഡെബിറ്റ് ടോട്ടൽ 9000, ക്രെഡിറ്റ് ടോട്ടൽ 3000. അപ്പം ഏതാ കൂടുതൽ? ഏതാ? ഡെബിറ്റ് അല്ലേ കൂടുതൽ. അപ്പൊ ആ ഡെബിറ്റ് നമ്മൾ രണ്ട് സ്ഥലത്തെയും ടോട്ടൽ ആക്കുന്നു. 9000. ഇനി എവിടെയാ കുറവ് വന്നത്? എവിടാ? ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? ക്രെഡിറ്റ് അല്ലായിരുന്നോ കുറവ്? അപ്പൊ നമ്മൾ ക്രെഡിറ്റിൽ എഴുതും 31 മാർച്ച് നമ്മൾ ഇട്ടിട്ട് എഴുതും ബൈ ബാലൻസ് ക്യാരി ഡൗൺ, അതായത് കുറവുള്ളടം. ഇനി ഇവിടെ 9000, ഇവിടെ 3000. അപ്പൊ എത്രയാ കുറവ്? എത്രയാ? 6000 അല്ലേ? അപ്പം ബൈ ബാലൻസ് ക്യാരി ഡൗൺ 6000. ഇതാണ് ബാലൻസിങ് ഫിഗർ ആണ്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ ക്യാരി ഡൗൺ ചെയ്തത് നെക്സ്റ്റ് ഇയർ, അതായത് 1 ഏപ്രിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ടു ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യുക. എത്ര തന്നെയാ? സെയിം എമൗണ്ട്, സെയിം 6000 നമ്മൾ ബ്രോ ഡൗൺ ചെയ്യും. ഇത്രയേ ഉള്ളൂ അരുൺസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അടുത്ത അക്കൗണ്ട് ആണ് റിട്ടേൺ ഇൻവേർഡ്സ് അക്കൗണ്ട്. അപ്പൊ റിട്ടേൺ ഇൻവേർഡ്സ് വരുന്ന ജേണൽ എൻട്രി മാത്രം നമ്മൾ നോക്കിയാൽ മതി. റിട്ടേൺ ഇൻവേർഡ്സ് വരുന്നത് മാർച്ച് 7 വരുന്നുണ്ട്. അതായത് മാർച്ച് 7 ജേണൽ നോക്കിക്കേ, റിട്ടേൺ ഇൻവേർഡ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു അരുൺസ് അക്കൗണ്ട്. കണ്ടോ? റിട്ടേൺ ഇൻവേർഡ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു അരുൺസ് അക്കൗണ്ട്. അപ്പൊ റിട്ടേൺ ഇൻവേർഡ്സിനെ എന്തോ ചെയ്തേക്കുക? ഡെബിറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് അരുണിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് തന്നെ ചെയ്യണം. ഡേറ്റ് കൊടുത്തേക്കുക മാർച്ച് 7 ടു അരുൺസ് അക്കൗണ്ട്, അതായത് റിട്ടേൺ ഇൻവേർഡ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു അരുൺസ് അക്കൗണ്ട് എന്നാണ്. എത്ര എമൗണ്ട്? 450. ഓക്കെ, ഇനി എവിടെയാണ് റിട്ടേൺ ഇൻവേർഡ്സ് വരുന്നത്? ഔട്ട്വേർഡ്സ് അല്ല കേട്ടോ, ഇൻവേർഡ്സ് ആണേ നോക്കേണ്ടത്, മാറിപ്പോയത്. റിട്ടേൺ ഇൻവേർഡ്സ്
റിട്ടേൺ ഇൻവേർട്സ് വേറെ എങ്ങും വരുന്നില്ല, ആ ഒരു എമൗണ്ടിൽ മാത്രമേ റിട്ടേൺ ഇൻവേർട്സ് വരുന്നുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്കൊന്ന് ബാലൻസ് ചെയ്തേക്കാം. ഇവിടെ മാത്രമേ എമൗണ്ട് വരുന്നുള്ളൂ. തൊട്ട് താഴെയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 2 എമൗണ്ട് കോളം കൊടുക്കുക. ഹയസ്റ്റ് എമൗണ്ട് ഏത് തന്നെ ആയിരിക്കും, 450 തന്നെ ആയിരിക്കും. ഇനി എവിടെയാ കുറവുള്ളത്, ഇവിടെയല്ലേ. അപ്പം 31st March എന്ന് അവിടെ കൊടുത്തിട്ട് ബൈ ബാലൻസ് ക്യാരി ഡൗൺ എത്ര തന്നെയാ വരുന്നത്, 450. ഇതാണ് ബാലൻസിങ് ഫിഗർ. എന്നിട്ട് ഈ എമൗണ്ട് എന്ത് ചെയ്യണം, 1st April വന്നിട്ട് നമ്മൾ ടു ബാലൻസ് ക്യാരി ഡൗൺ അല്ല, ബ്രോ ഡൗൺ ചെയ്യണം. എത്ര തന്നെ, 450 ആണ്. അത്രയും. അടുത്ത അക്കൗണ്ട് ആണ് ദിനേശ് അക്കൗണ്ട്. ദിനേശിന്റെ ലെഡ്ജർ അക്കൗണ്ട് ആണ്. അപ്പൊ എവിടെയൊക്കെയാണ് ദിനേശ് വരുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ ഒന്ന് ഫൈൻഡ് ചെയ്ത് വെക്കുക. ദിനേശ് അക്കൗണ്ട് വരുന്നത് March 10th ഒരു ട്രാൻസാക്ഷൻ ഉണ്ട് ദിനേശ് അക്കൗണ്ട്. അതായത് പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ദിനേശ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ദിനേശ് അക്കൗണ്ട്. അപ്പം ദിനേശ് അക്കൗണ്ടിന് എന്ത് ചെയ്തേക്കും, അവിടെ ക്രെഡിറ്റ് ചെയ്തേക്കാണ് അല്ലെ. അപ്പം പർച്ചേസിന് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് തന്നെ ചെയ്യണം. അപ്പൊ ദിനേശ് അക്കൗണ്ടിൽ നമുക്ക് ഡേറ്റ് കൊടുക്കുന്നു March 10 ബൈ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ദിനേശ് അക്കൗണ്ട് ആണ്. അപ്പം ബൈ പർച്ചേസ് അക്കൗണ്ട് എമൗണ്ട് എത്രയാണ്, 24,000. ഓക്കെ ആണോ? ഇനി ഇവിടെ ദിനേശിന് തൊട്ട് നെക്സ്റ്റ് ആയിട്ട് വരുന്ന ട്രാൻസാക്ഷനിൽ ദിനേശ് വരുന്നുണ്ട്. ദിനേശ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു റിട്ടേൺ ഔട്ട്വേർഡ്സ് അക്കൗണ്ട്. ദിനേശ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു റിട്ടേൺ ഔട്ട്വേർഡ്സ് അക്കൗണ്ട്. അപ്പൊ ദിനേശിനെ അവിടെ എന്ത് ചെയ്തേക്കുക, ഡെബിറ്റ് ചെയ്തേക്കുകയാണ്. അപ്പൊ റിട്ടേൺ ഔട്ട്വേർഡ്സിന് എന്ത് ചെയ്യണം, ഡെബിറ്റ് തന്നെ ചെയ്യണം. അപ്പം March 11 ടു റിട്ടേൺ ഔട്ട്വേർഡ് അക്കൗണ്ട് എമൗണ്ട് എത്രയാ, 600 ആണ്. ഓക്കെ, അങ്ങനെ 2 ഫില്ല് ചെയ്തു. ഇനി എവിടെയാ ദിനേശ് അക്കൗണ്ടിനെ റിലേറ്റ് ചെയ്യുന്നതെന്നൊന്ന് ജേണൽ എല്ലാവരും നോക്കിക്കേ. ദിനേശ് അക്കൗണ്ട് വരുന്നത് ഇല്ല, പിന്നെ ദിനേശ് എങ്ങും വരുന്നില്ല, ഈ 2 ട്രാൻസാക്ഷനേ ഉള്ളൂ. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഇനി ഇതെന്ത് ചെയ്യാം, ഒന്ന് ബാലൻസ് ചെയ്യാം. ആസ് യൂഷ്വൽ 2 സൈഡും ടോട്ടൽ ചെയ്യുക. ഇവിടെ 600, ഇവിടെ 24,000. ഏതാ ഹയസ്റ്റ്, 24,000. അത് രണ്ടിന്റെയും ടോട്ടൽ ആക്കി കാണിക്കുന്നു. ഇനി എവിടെ കുറവുള്ളത്, ഇവിടെ 24,000, ഇവിടെ 6,600. ഇവിടെ അല്ലേ കുറവ്. അപ്പം 31st March കാണിച്ചിട്ട് നമ്മൾ എഴുതുന്നു ടു ബാലൻസ് കുറവുള്ളത് കൊണ്ട് ക്യാരി ഡൗൺ. ഇനി എത്ര രൂപയാ കുറവ്, വരുന്നത് 23,400. എങ്ങനെ 23,400 കിട്ടുന്നത്, 24,000 ആണ് ഹയസ്റ്റ് വാല്യൂ. അതിനകത്തുനിന്ന് ലോവസ്റ്റ് വാല്യൂ കുറയ്ക്കുമ്പം കിട്ടുന്ന എമൗണ്ട് ആണ് 23,400 കേട്ടോ. ആ ഡിഫറൻസ് ആണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്ത് ഫില്ല് ചെയ്യുന്നത്. ഒന്നും മറന്നുപോയിട്ടില്ലല്ലോ. ഓക്കെ, ഇനി ക്യാരി ഡൗൺ ചെയ്ത് എന്ത് ചെയ്യണം, പിറ്റേ വർഷത്തെ അതായത് 1st April നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ ബ്രോ ഡൗൺ ചെയ്യണം. ബൈ ബാലൻസ് ബ്രോ ഡൗൺ എത്രയാണ്, 23,400. അത്രയേ ഉള്ളൂ. അടുത്തത് റിട്ടേൺ ഔട്ട്വേർഡ്സ് അക്കൗണ്ട് ആണ്. റിട്ടേൺ ഔട്ട്വേർഡ്സ് അക്കൗണ്ട്. അപ്പൊ നമ്മൾ ജേണൽ നോക്കിയിട്ട് എവിടെയൊക്കെയാണ് റിട്ടേൺ ഔട്ട്വേർഡ്സ് വന്നിരിക്കുന്നത് നോക്കണം. March 11th ഒരു ട്രാൻസാക്ഷൻ ഉണ്ട്. ദിനേശ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു റിട്ടേൺ ഔട്ട്വേർഡ്സ് അക്കൗണ്ട്. ദിനേശ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു റിട്ടേൺ ഔട്ട്വേർഡ്സ് അക്കൗണ്ട്. അപ്പൊ എന്നാ ഡേറ്റ്, അപ്പം റിട്ടേൺ ഔട്ട്വേർഡ്സിന് എന്ത് ചെയ്തേക്കാണ്, ക്രെഡിറ്റ് ചെയ്തേക്കാണ്. ഓക്കെ, അപ്പം ദിനേശിനെ എന്ത് ചെയ്യണം, നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ കൊടുക്കുന്നു March 11 ഡേറ്റ് കൊടുത്തിട്ട് നമ്മൾ എഴുതുന്നു ബൈ ദിനേശ് അക്കൗണ്ട് എത്രയാണ്, 600. ഓക്കെ, ഇനി വേറെ ഇവിടെ ഏത് ജേണലിലാണ് റിട്ടേൺ ഔട്ട്വേർഡ്സ് വന്നിരിക്കുന്നത് നോക്കണേ. നിങ്ങളുടെ ജേണൽ നോക്കിയിട്ട് റിട്ടേൺ ഔട്ട്വേർഡ്സ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ നോക്കണം. ഇല്ല, റിട്ടേൺ ഔട്ട്വേർഡ്സ് അവിടെ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് ജസ്റ്റ് ബാലൻസ് ചെയ്യാം. ഇവിടെ 600, ഇവിടെയും 600. ഇവിടെ അല്ലേ കുറവ്, അതുകൊണ്ട് 31st March ടു ബാലൻസ് ക്യാരി ഡൗൺ എത്രയാ, 600. ഇതാണ് ബാലൻസിംഗ് ഫിഗർ. എന്നിട്ട് ഇവിടെ ക്യാരി ഡൗൺ ചെയ്തത് എന്ത് ചെയ്യണം, ഇവിടെ വന്ന് 1st April ബൈ ബാലൻസ് ബ്രോ ഡൗൺ. എപ്പോഴും ഓർത്തോളം ബ്രോ ഡൗൺ എഴുതുമ്പോൾ ഈ ടോട്ടലിന് താഴെ വേണം എഴുതാനായിട്ട്.
സെയിം 600 തന്നെ വരും. കാരണം വേറെ എമൗണ്ടുകളൊന്നും ഇല്ലല്ലോ. നമ്മൾ ലാർജസ്റ്റ് കാണാനും ഷോർട്ടസ്റ്റ് കാണാനും ഡിഫറൻസ് എടുക്കാനും ഒന്നും എമൗണ്ട്സ് ഇല്ല. അപ്പൊ പിന്നെ ഉള്ള എമൗണ്ട് മാത്രം എല്ലാം ബാലൻസിങ് ഫിഗർ ആയിട്ടും ക്യാരി ഡൗൺ ആയിട്ടും ബ്രോ ഡൗൺ ആയിട്ടും എഴുതിയാൽ മതി. ഓക്കെ. നെക്സ്റ്റ് അഡ്വർടൈസിങ് അക്കൗണ്ട് ആണ്. അഡ്വർടൈസിങ്, അപ്പൊ അഡ്വർടൈസിങ്ങിനെ റിലേറ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ എവിടെയാണെന്നൊന്ന് നോക്കിയേക്കണേ. അഡ്വർടൈസിങ് വരുന്നത് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഒരെണ്ണം മാത്രമേ അഡ്വർടൈസിങ്ങിൽ വരുന്നുള്ളൂ. അതായത് ലാസ്റ്റ് അല്ല, മാർച്ച് 14 ട്രാൻസാക്ഷൻ ഉണ്ട്. അഡ്വർടൈസിങ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. അഡ്വർടൈസിങ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. അപ്പൊ നമ്മൾ അഡ്വർടൈസിങ് അക്കൗണ്ടിൽ ആരുമായിട്ട് റിലേഷൻ? ക്യാഷ് അക്കൗണ്ടുമായിട്ട്. അപ്പൊ ക്യാഷിനെ എന്ത് ചെയ്യണം? നമ്മള് ക്രെഡിറ്റ് ചെയ്യണം. കാരണം ഡെബിറ്റ് ചെയ്യണം. കാരണം അഡ്വർടൈസിനെ അവിടെ എന്ത് ചെയ്തേക്കാണ്? ഡെബിറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് നമ്മൾ എഴുതും ഇവിടെ വന്നിട്ട് മാർച്ച് 14 എന്തോ എഴുതും? ടു ക്യാഷ് അക്കൗണ്ട്. കാരണം നമ്മുടെ ജേർണൽ എൻട്രി എന്തോ അഡ്വർടൈസിങ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് എന്നല്ലേ. അപ്പം അഡ്വർടൈസിങ് അക്കൗണ്ടിൽ ടു ക്യാഷ് എന്ന് വരും. അപ്പൊ ആ ഒരു ഒറ്റ എഫക്ട് മാത്രമേ അവിടെ വരത്തുള്ളൂ. ജസ്റ്റ് എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. ഇവിടെ ആയിരിക്കും ബാലൻസ് വരുന്നത് അല്ലെ. അപ്പൊ 31 മാർച്ച് കാണിക്കുന്നു. ടു ബാലൻസ് ക്യാരി ഡൗൺ എത്രയാണ്? 1500. അതിന് മുന്നേ ടോട്ടൽ രണ്ട് കോളത്തിന്റെയും ടോട്ടൽ 1500 ആക്കണം. പിന്നെ ബ്രോ ഡൗൺ എവിടാ വരുന്നത്? ക്യാരി ഡൗണിന്റെ ഓപ്പോസിറ്റ്. അതായത് 1st April നമ്മള് ടു ബാലൻസ് ബ്രോ ഡൗൺ എത്ര തന്നെ എഴുതും? 1500. അത്രയും. ഓക്കെ. നെക്സ്റ്റ് ആണ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് ആദ്യത്തെ ഒറ്റ ട്രാൻസാക്ഷനെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നുള്ളൂ. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പം ക്യാപിറ്റലിന് ആരുമായിട്ട് റിലേഷൻ? ക്യാഷുമായിട്ട്. അപ്പൊ ക്യാഷിനെ അവിടെ ക്യാപിറ്റലിന് അവിടെ എന്ത് ചെയ്തേക്കുക? ക്രെഡിറ്റ് ചെയ്തേക്കാണ്. അപ്പൊ ക്യാഷിനെ എന്ത് ചെയ്യണം? നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ വന്നിട്ട് ഡേറ്റ് കൊടുക്കുന്നു 2018 മാർച്ച് 1. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നല്ലേ. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ എഴുതും ബൈ ക്യാഷ് അക്കൗണ്ട്. എത്രയാണ്? 1,20,000. ഓക്കെ ആണോ? അത് മാത്രമേ ക്യാപിറ്റലിനെ റിലേറ്റ് ചെയ്യുന്ന ആ ഒരൊറ്റ ട്രാൻസാക്ഷനെ വരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? നമുക്കത് ടോട്ടൽ ചെയ്തേക്കാം. 1,20,000 1,20,000. ഇനി എവിടെയാ കുറവ്? ഇവിടെയല്ലേ. അപ്പം 31 മാർച്ച് എന്ന് കാണിക്കുന്നു. ടു ബാലൻസ് ക്യാരി ഡൗൺ എത്രയാ? 1,20,000. ഇനി ക്യാരി ഡൗൺ ചെയ്തത് നെക്സ്റ്റ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്യണം? ബ്രോ ഡൗൺ ചെയ്യണം. ബൈ ബാലൻസ് ബ്രോ ഡൗൺ എത്രയാണ്? 12,000. ഇത്രയേ ഉള്ളൂ ക്യാപിറ്റൽ അക്കൗണ്ട്. അടുത്ത അക്കൗണ്ട് ആണ് ഫർണിച്ചർ അക്കൗണ്ട്. അപ്പൊ ഫർണിച്ചറിനെ റിലേറ്റ് ചെയ്യുന്ന ഒറ്റ ഒരു എൻട്രിയേ ഉള്ളൂ. സെക്കൻഡ് എൻട്രി ആണ്. അതായത് ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് എൻട്രി. അപ്പൊ ഫർണിച്ചറിന് ആരുമായിട്ട് റിലേഷൻ? ക്യാഷ് അക്കൗണ്ടുമായിട്ട്. ഫർണിച്ചറിനെ എന്തോ ചെയ്തേക്കുക? ഡെബിറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് ക്യാഷിനെ എന്ത് ചെയ്യണം? നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ്. ഡേറ്റ് കൊടുക്കുന്നു മാർച്ച് 2 ടു ക്യാഷ് അക്കൗണ്ട്. ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് എത്രയാ? 24,000. വേറെ ഒന്നുമില്ല. ഫർണിച്ചറിനെ റിലേറ്റ് ചെയ്യുന്ന ആ ഒരൊറ്റ ട്രാൻസാക്ഷൻ മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുക? രണ്ടും ടോട്ടൽ ചെയ്യുക. 24,000. ഇനി ഇവിടെ അല്ലേ കുറവ് വന്നത്? അതുകൊണ്ട് 31 മാർച്ച് ബൈ ബാലൻസ് ക്യാരി ഡൗൺ എത്രയാ? 24,000. ഇനി ഇവിടെ ബ്രോ ഡൗൺ ചെയ്ത് എന്ത് ചെയ്യണം? 1st April നമ്മൾ ബ്രോ ഡൗൺ ചെയ്യണം. ടു ബാലൻസ് ബ്രോ ഡൗൺ എത്ര തന്നെയാണ്? 24,000. ഓർത്തോണം, എപ്പോഴും ബ്രോ ഡൗൺ എഴുതുമ്പം ടോട്ടലിന് താഴെ വേണം എഴുതാനായിട്ട്. ക്യാരി ഡൗൺ എഴുതുമ്പം ടോട്ടലിന്റെ മേളിലും. ശ്രദ്ധിച്ചോണത് കേട്ടോ. അടുത്താണ് പർച്ചേസ് അക്കൗണ്ട്. അടുത്ത ലെഡ്ജർ ആണ് പർച്ചേസ് അക്കൗണ്ട്. അപ്പൊ നമ്മുടെ ജേർണൽ നോക്കിയിട്ട് പർച്ചേസ് എവിടെയൊക്കെയാ വരുന്നത്? തേർഡ് ട്രാൻസാക്ഷനിൽ പറയുന്നുണ്ട് പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു വിജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. വിജയ്സ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് വിജയ്സ് അക്കൗണ്ട്. അപ്പൊ പർച്ചേസിനെ അവിടെ എന്ത് ചെയ്തേക്കുക? ഡെബിറ്റ് ചെയ്തേക്കാണ്. അപ്പൊ അതുകൊണ്ട് പർച്ചേസിനെ റിലേറ്റ് ചെയ്യുന്ന ഏത് അക്കൗണ്ടുമായിട്ടാ? വിജയ് ആയിട്ട്. അപ്പൊ വിജയ് എന്ത് ചെയ്യണം? നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ്. ഡേറ്റ് കാണിച്ചോണം 2018 മാർച്ച് 2 ടു വിജയ്സ് അക്കൗണ്ട്.
എത്രയാണ്? 36,000. പിന്നെ എവിടെയാ പർച്ചേസ് വരുന്നതെന്ന്? മാർച്ച് 10th ഒരെണ്ണം വരുന്നുണ്ട്. മാർച്ച് 10th പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ദിനേഷ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ദിനേഷ് അക്കൗണ്ട് ആണ്. അപ്പം പർച്ചേസിനെ ഇവിടെ ഡെബിറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് ദിനേഷിനെ എന്ത് ചെയ്യണം? നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ദാ നോക്കിക്കേ, മാർച്ച് 10th ടു ദിനേഷ് അക്കൗണ്ട്. ടു ദിനേഷ് അക്കൗണ്ട് എത്രയാണ്? 24,000 ആണ്. വേറെ ഏതെങ്കിലും ട്രാൻസാക്ഷൻ പർച്ചേസിനെ റിലേറ്റ് ചെയ്യുന്നില്ല. ഇത് രണ്ടുപേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അത് ജസ്റ്റ് നമുക്ക് ടോട്ടൽ ചെയ്യാം. രണ്ട് സൈഡും കോളം വരയ്ക്കുന്നു. ടോട്ടൽ 36,000 പ്ലസ് 24,000 എത്ര വരും? 60,000 വരും. 60,000 രണ്ട് സൈഡിലും 60,000. ഇവിടെ അല്ലേ കുറവുള്ളത്? അപ്പൊ നമ്മൾ 31st മാർച്ചിൽ ബൈ ബാലൻസ് ക്യാരി ഡൗൺ എത്ര തന്നെ വരും? ഇവിടുത്തെ ജസ്റ്റ് ടോട്ടൽ എടുത്ത് എഴുതിയാൽ മതി, 60,000. ഇനി ഇവിടെ ക്യാരി ഡൗൺ ചെയ്ത് നമ്മൾ 1st April എന്ത് ചെയ്യും? നമ്മൾ ബ്രോ ഡൗൺ ചെയ്യും. ടു ബാലൻസ് ബ്രോ ഡൗൺ എത്ര തന്നെ? 60,000 തന്നെ. ഓക്കെ ആണോ? ഇത്രയും. അടുത്ത അക്കൗണ്ട് വിജയ്സ് അക്കൗണ്ട് ആണ്. അപ്പൊ വിജയായിട്ട് റിലേറ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ഒന്ന് നോക്കണേ. വിജയ് ആയിട്ട് വരുന്നത് 23rd ഒരു ട്രാൻസാക്ഷൻ വരുന്നുണ്ട്. അതായത് വിജയ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ഇതാണ് നമ്മുടെ ട്രാൻസാക്ഷൻ വന്നേക്കുന്നത്. വിജയുടെ തേർഡ് ട്രാൻസാക്ഷൻ വിജയുടെ ആണ്. അതായത് പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു വിജയ്സ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു വിജയ്സ് അക്കൗണ്ട്. അപ്പൊ വിജയ് അവിടെ എന്ത് ചെയ്തേക്കുക? ക്രെഡിറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് വിജയുടെ റിലേറ്റ് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് ഏതാ? പർച്ചേസ്. പർച്ചേസിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഡേറ്റ് കൊടുക്കുന്നു മാർച്ച് 2nd. ബൈ പർച്ചേസ് അക്കൗണ്ട് എത്രയാ? വിജയ് 36,000. ഇനി എവിടെയാ വിജയ് വരുന്നത് നോക്കിക്കേ. പിന്നെ വിജയ് വരുന്നത് മാർച്ച് 23rd വിജയ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. അപ്പം വിജയ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. അപ്പം 23rd മാർച്ച് ടു ക്യാഷ് അക്കൗണ്ട്. 12,000. ഓക്കെ. അപ്പൊ രണ്ട് എൻട്രികൾ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. വിജയുടേത് രണ്ടും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നോക്കി ഏതാ ഹയസ്റ്റ്? ഏതാ? ഇവിടെ 12,000 ഉണ്ട്, ഇവിടെ 36,000 ഉണ്ട്. ഏതാ ഹയസ്റ്റ്? ഏതാ? 36,000. അതുകൊണ്ട് നമ്മൾ 36,000 ടോട്ടൽ ആയിട്ട് ഫിക്സ് ചെയ്യുന്നു. 36,000. ഇനി എവിടെയാ? ഇനി രണ്ടിന്റെ ഡിഫറൻസ് എടുക്കണം. ഇത് ഹയസ്റ്റ് വാല്യൂ, അത് ഷോർട്ടസ്റ്റ് വാല്യൂ. അപ്പം 36,000 മൈനസ് 12,000 എത്ര വരും? 24,000 വരും. ശരിയല്ലേ? ഇതാണ് ഡിഫറൻസ്. അപ്പൊ എവിടെയാ കുറവുള്ളത്? എവിടാ? ഇവിടെ അല്ലേ കുറവ് വരുന്നത്. അപ്പൊ നമ്മള് 31st മാർച്ച് ടു ബാലൻസ് ക്യാരി ഡൗൺ എത്രയാ വരുന്നത്? 24,000. ഇനി ഇവിടെ ക്യാരി ഡൗൺ ചെയ്തത് 1st April നമ്മൾ എന്ത് ചെയ്യണം? ബ്രോ ഡൗൺ ചെയ്യണം. ബൈ ബാലൻസ് ബ്രോ ഡൗൺ എത്രയാണ്? 24,000. ഓക്കെ ആണോ? ഇത്രയേ ഉള്ളൂ. അടുത്താണ് റെന്റ് അക്കൗണ്ട്. നോക്കിക്കുക. അപ്പൊ റെന്റിനെ റിലേറ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ നമ്മുടെ ജേർണലിൽ നമ്മൾ തപ്പിയെടുക്കണം. അതായത് മാർച്ച് 4 ഒരു ട്രാൻസാക്ഷൻ ഉണ്ട് റെന്റിനെ റിലേറ്റ് ചെയ്യുന്ന. റെന്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. റെന്റിനെ എന്ത് ചെയ്തേക്കാണ്? ഡെബിറ്റ് ചെയ്തേക്കാണ്. അപ്പം റെന്റിനെ റിലേറ്റ് ചെയ്യുന്ന ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പം 2018 മാർച്ച് 4 ടു ക്യാഷ് അക്കൗണ്ട്. കാരണം റെന്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് എന്നല്ലേ. അപ്പം റെന്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് എത്രയാണ്? 3,000. വേറെ എമൗണ്ട് ഡെബിറ്റിലും ക്രെഡിറ്റിലും ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് സിംപ്ലി നമുക്ക് ബാലൻസ് ചെയ്യാം. രണ്ട് എമൗണ്ട് കോളത്തിലും 3,000 ആക്കിയേക്കുക. ഇവിടെ അല്ലേ കുറവുള്ളത്. അതുകൊണ്ട് 31st മാർച്ച് എന്ന് എഴുതിയിട്ട് ബൈ ബാലൻസ് ക്യാരി ഡൗൺ എത്രയാണ്? 3,000. എന്നിട്ട് ഇവിടെ ക്യാരി ഡൗൺ ചെയ്യുമ്പോൾ അതിന്റെ
ഓപ്പോസിറ്റ് ഫസ്റ്റ് ഏപ്രിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ബ്രോ ഡൗൺ ചെയ്യണം. ടു ബാലൻസ് ബ്രോ ഡൗൺ 3000. ഇതാണ് റെന്റ് അക്കൗണ്ട്. അടുത്ത സ്റ്റേഷനറി അക്കൗണ്ട് ആണ്. മാർച്ച് 15 നടന്ന ട്രാൻസാക്ഷൻ ഉണ്ട്. സ്റ്റേഷനറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. അപ്പൊ സ്റ്റേഷനറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്, ക്യാഷിന് അവിടെ സ്റ്റേഷനറി എന്ത് ചെയ്തേക്കുക, ഡെബിറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് ക്യാഷിനെ എന്ത് ചെയ്യണം, നമ്മൾ ഡെബിറ്റ് തന്നെ ചെയ്യണം. 2018 മാർച്ച് 17 ടു ക്യാഷ് അക്കൗണ്ട്. എത്രയാണ്? സ്റ്റേഷനറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് എത്രയാണ്? 300. വേറെ എമൗണ്ടുകൾ ഒന്നുമില്ല. രണ്ട് ടോട്ടലും 300. ഇവിടെ കുറവ് വന്നത് കൊണ്ട് 31 മാർച്ച് എന്ന് ഡേറ്റ് കൊടുത്തിട്ട് ബൈ ബാലൻസ് ക്യാരി ഡൗൺ 300. ഇവിടെ ക്യാരി ഡൗൺ ചെയ്തത് ഫസ്റ്റ് ഏപ്രിൽ ആകുമ്പോൾ എന്ത് ചെയ്യണം, ബ്രോ ഡൗൺ ചെയ്യണം. ടു ബാലൻസ് ബ്രോ ഡൗൺ എത്രയാണ്? 300. അത്രയേ ഉള്ളൂ സ്റ്റേഷനറി അക്കൗണ്ട്. ദെൻ ലാസ്റ്റ് വൺ ആണ് ഡ്രോയിങ്സ് അക്കൗണ്ട്. ലാസ്റ്റത്തെ അക്കൗണ്ട് ഡ്രോയിങ്സ് അക്കൗണ്ട്. ലാസ്റ്റത്തെയാണ് ഡ്രോയിങ്സ് അക്കൗണ്ട്. അപ്പൊ നോക്കി, മാർച്ച് 17 ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. അപ്പൊ ഡ്രോയിങ്സിന് അവിടെ എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് തന്നെ ചെയ്യണം. മാർച്ച് 17 ടു ക്യാഷ് അക്കൗണ്ട്, അതായത് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ്. അപ്പൊ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഡ്രോയിങ്സിനെ റിലേറ്റ് ചെയ്യുന്നത്. രണ്ട് എമൗണ്ട് കോളത്തിലും 2400 2400. ഇവിടെ അല്ലേ കുറവ്, അതുകൊണ്ട് 31 മാർച്ച് ബൈ ബാലൻസ് ക്യാരി ഡൗൺ 2400. സെയിം എമൗണ്ട് ഫസ്റ്റ് ഏപ്രിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്യാരി ഡൗൺ ചെയ്യണം. ടു ബാലൻസ് ക്യാരി ഡൗൺ 2400. അത്രയേ ഉള്ളൂ. ഇപ്പൊ ഇത്രയാണ് ലെഡ്ജർ പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം. അതായത് ജേർണൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, തെറ്റ് വരാതെ പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം ഓരോ അക്കൗണ്ട് ജേർണലിൽ നോക്കിയിട്ട് ഓരോ അക്കൗണ്ടിനെയും റിലേറ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ്, ഡെബിറ്റ് ആണെങ്കിൽ ഡെബിറ്റ്, ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ്, അങ്ങനെ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്യുക. അത്രയേ ഉള്ളൂ.